വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമ്മുടെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 2:2-3. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാ രാജാവ് അത് കേട്ടിട്ട് അവനും യെരൂശലേമൊക്കെയും ഭ്രമിച്ച് ജനത്തിന്റെ പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഈ വചനത്തിനായി ദൈവത്തിന് മഹത്വം. ഇതൊരു ജനറൽ കൺവെൻഷനാണ്. ഈ ജനറൽ കൺവെൻഷനിൽ മഹാഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ്, യേശുവിനെ അറിഞ്ഞവരാണ്. എന്നാൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ സത്യസുവിശേഷത്തിൻ്റെ വചനം ഗ്രഹിക്കാൻ ദൈവം ചില ഹൃദയങ്ങളെ ഒരുക്കിയിട്ടുണ്ട്. അവർക്കും നമുക്കുമെല്ലാം ഒരുപോലെ പ്രയോജനപ്രദമായി ദൈവവചനം ഭവിക്കേണ്ടതിന് സകല പ്രാർത്ഥനയും അവൻ്റെ സന്നിധിയിൽ കഴിച്ച് ഏകാഗ്രതയോടെ നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം. ദൈവവചനത്തിൻ്റെ ശക്തിയും ചൈതന്യവും ഇന്ന് രാത്രി നമ്മുടെ മീതെ ആവസിക്കട്ടെ. അനുഗ്രഹീതമായ ഈ വായനാഭാഗത്തിലൂടെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യേണ്ടതുണ്ട്. നാം വായിച്ച ഭാഗത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് സൂചിപ്പിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ മഹിമയിൽ പൂർവികമായ ആ കാലഘട്ടത്തിൽ, പൗരാണികമായ ആ കാലഘട്ടത്തിൽ പിതാവിനോടൊപ്പം ഇരുന്ന് പിതാവ് നൽകിയ മഹത്വത്തിൽ തുടർന്ന് അവൻ വിരാജിച്ച പൗരാണിക നിത്യത വിട്ട് ജഡം ധരിച്ച് ഇഹലോകത്തിലേക്ക് വന്ന തിരുപ്പിറവി എന്ന അത്ഭുത സംഭവം നടന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ച ഒരു വാക്യമാണ് നമ്മൾ വായിച്ചത്. ആ വാക്യത്തിൽ ഒരു ചോദ്യമുണ്ട്. വിദ്വാൻമാരെന്നറിയപ്പെട്ട ഒരുപറ്റം അന്വേഷകർ ആകാശത്ത് വെളിപ്പെട്ട് കണ്ട ഒരു നക്ഷത്രത്തെ അവലംബമാക്കി യാത്ര തിരിച്ചു. ആ യാത്ര ഹെരോദാ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. അവിടെ പര്യവസാനിച്ചു. അവിടെ വെച്ച് ചോദിക്കുന്നു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങളവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. ഇതറിഞ്ഞ ഹെരോദാ ന്യായശാസ്ത്രിമാരെ വരുത്തി, യഹൂദ പണ്ഡിതന്മാരെ വരുത്തിക്കൊണ്ട് ക്രിസ്തു ജനിക്കുന്ന സ്ഥലം ചോദിച്ചറിഞ്ഞു. ബേത്ലഹേമിലെ, യഹൂദിയായിലെ ബേത്ലഹേം എന്ന് തിരിച്ചറിഞ്ഞു. ആ സ്ഥലം, സന്ദർഭം, ഇതര വസ്തുതകൾ ആരാഞ്ഞു വരുവാൻ വിദ്വാൻമാരെ ചുമതലപ്പെടുത്തി. നിങ്ങൾ സൂക്ഷ്മമായി അന്വേഷിച്ച് വാർത്ത എനിക്കും എത്തിക്കണം. എനിക്കും ആ ശിശുവിനെ വണങ്ങണം. ഇതാ പറഞ്ഞതെങ്കിലും വണങ്ങണം എന്നതൊരു സത്യമായിരുന്നില്ല. ആ ശിശുവിനെ കൊല്ലണം. ഇതാ ഹൃദയത്തിൽ ആഗ്രഹം. കൊല്ലാൻ ആഗ്രഹിച്ച് വണങ്ങുന്ന ഒരു സംസ്കാരത്തിൻ്റെ പ്രതിനിധിയായി ഹെരോദാ നിലകൊണ്ടുകൊണ്ട് കൊലയുടെ ഒരു പരമ്പര അഴിച്ചുവിട്ട് വെട്ടും പൊട്ടും തിരിയാത്ത നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ വധിച്ച് അധികാരമുറപ്പിക്കാനുള്ള തൻ്റെ ശ്രമം നടത്തി ഒരു മരണ പരമ്പര നടമാടുമ്പോൾ മരണാധികാരിയുടെ തല തകർക്കാൻ ദൈവമയച്ചവൻ ജനിക്കേണ്ട ഇടത്തു
വാഗ്ദത്ത പുത്രന്റെ വഴി തടയാൻ ഒരു രാജകൽപ്പനയ്ക്കും കഴിയുകയില്ല. യേശുവിൻ്റെ പ്രവൃത്തിയെ ഉന്മൂലനം ചെയ്യാൻ കഴിവുള്ള ഒരധികാരിയും ഉലകത്ത് ജനിച്ചിട്ടില്ല. അവൻ ചിന്തിച്ചു, അങ്ങനെ സംഭവിച്ചു. അവൻ കൽപ്പിച്ചുറപ്പിച്ചാൽ അത് അങ്ങനെ സ്ഥാപിതമാകും. യാതൊരുത്തരും മാറ്റാൻ അധികാരമില്ലാത്ത വിധം കൃത്യതയുടെ നിലപാടുള്ളവന്റെ പേരാ കർത്താവായ യേശു. ഇന്ന് രാത്രി വചനം കേൾക്കുന്നവർക്ക് നടുവിൽ ആ യേശുവിനെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നു, മറ്റൊരുവനിലും രക്ഷയില്ല, മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല. സകല നാമത്തിനും മേലായ നാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് സന്ദർഭം അല്പം കൂടി പരിശോധിക്കണം. ബഹുമാന്യരെ, അന്വേഷകർ ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അവരെ മലയാളം ബൈബിളിൽ പരാമർശിക്കുന്ന ഒരു പേരുണ്ട്, വിദ്വാൻമാർ. വാസ്തവത്തിൽ വിദ്വാൻമാർ എന്നത് ഒരു നല്ല പരിഭാഷയല്ല. വിദ്വാൻ എന്നായിരുന്നില്ല ഇവരെ വിളിക്കേണ്ടത്. വിദ്വാൻ എന്നുള്ളത് നല്ല പ്രയോഗമാണ്. അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ, അഭ്യസ്ത വിദ്യൻ, ബാച്ചിലർ, ബിരുദധാരി എന്നൊക്കെ അർത്ഥം. നമ്മളും വിദ്വാൻ ആളുകളെ പറയാറുണ്ട്. ഉടായ്പ കാണിക്കുന്നതിനെയാണ് അവനൊരു വിദ്വാനാന്ന് പറയും. തെറ്റായ പ്രയോഗമാണ്. ഈ വിദ്വാൻമാർ എന്ന് കാണുന്ന മലയാള പ്രയോഗത്തിൻ്റെ ശരി വാക്ക് മാഗി എന്നാണ്. മാഗീസ്, ഏകവചനം മാഗി. എന്താണ് ഈ മാഗി? ഈ മാഗി എന്ന പദത്തിൽ നിന്നാണ് മാജിക് എന്ന പദം ഉണ്ടാവുക. മാജിക് അതിനകത്തെന്താ? യേശുവിനെ കാണാൻ ചില മാജിക്കുകാർ വന്നു എന്നാണോ? എന്നാൽ മാജിക്ക് അത് കേവലം ഒരു കലാരൂപം എന്നതിനപ്പുറത്ത് വല്ല അർത്ഥമുണ്ടോ? ഉണ്ട്. ശരിപ്പരിഭാഷയിൽ പറയേണ്ടിയിരുന്നത്, യേശുവിനെ കാണാൻ 3 മാന്ത്രികന്മാർ വന്നു. 3 കണക്കൊന്നുമില്ല. എല്ലാവരും പറഞ്ഞുകൊണ്ട് ഞാനും പറഞ്ഞു. ബൈബിളിൽ അങ്ങനെ ഇല്ല. ഒരു കാര്യം ഉറപ്പായ 2-ലധികമുണ്ട്. അധികം പേരുണ്ട്. നമുക്കറിഞ്ഞൂടാ. മാന്ത്രികന്മാർ വന്നു അവന്റെ പിറവിയെ കുറിച്ച് അറിയാൻ. അപ്പൊ സ്വാഭാവികമായി നിങ്ങൾക്കൊരു സംശയം, യേശു എന്ന യഹൂദന്മാരുടെ രാജാവ് പിറവി കൊള്ളുന്നത് ഒരു മാന്ത്രികന് വഴിപ്പെടുവോ? ആ നക്ഷത്രം ഒരു മാന്ത്രികന് ഈ ആശയം എവിടുന്ന് കിട്ടി? മന്ത്രതന്ത്ര വിധികൾ കൊണ്ട്, ആചാരാനുഷ്ഠാന ശൈലി കൊണ്ട് വഴങ്ങുന്നതാണോ ഈ നക്ഷത്രത്തിൻ്റെ പൊരുൾ? ഞാൻ പറയും അല്ല. പിന്നെങ്ങനെ ഈ മന്ത്രവാദി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ധാരണ വേണ്ട, ആ ചിന്ത വേണ്ട. നമ്മുടെ സങ്കല്പത്തിലെ ഒരു ജ്യോത്സ്യമൊന്നുമില്ല ഇതിൽ പറയുന്ന കഥാപാത്രങ്ങൾ. പിന്നെ ആരാ? നമുക്കതിലേക്കൊന്ന് പോയാലോ? സന്തോഷമാണോ? സന്തോഷമാണോ? ഇത് ആരാണെന്ന് അറിയണമല്ലോ. നമുക്കതുകൊണ്ട് ഈ ആളുകളെ പറ്റിയൊന്ന് പഠിക്കാം. അതിനിപ്പോൾ ഒരാരല്ല എന്ന് പറയണം. ചിലരെങ്കിലും ധരിച്ചു വെച്ചു ഇവൻ ഇന്ത്യയിൽ നിന്ന് പോയവരാണ്. ഇന്ത്യയിൽ നിന്ന് പോയവരൊന്നും യേശുവിനെ ആ പ്രായത്തിൽ പോയി കാണാൻ പറ്റില്ല. കാരണം അകലം. എങ്ങനെ പോയാലും അവിടെ ചെല്ലില്ല. ഫ്ലൈറ്റൊന്നുള്ള കാലമല്ല, മറ്റ് മോട്ടോർ വാഹനങ്ങളുള്ള കാലമല്ല.
ശിശുവായ യേശുവിനെ കാണാൻ നടന്നുപോയി എന്നും ഇത്രയും ദൂരം വിട്ട് ചെല്ലുക പ്രായോഗികമല്ല. അപ്പോൾ പിന്നെ ആരാ പറയാം? ഇവർ പാർസികൾ എന്ന് ബൈബിൾ പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. പാർസികൾ. പ്രവചന വ്യാഖ്യാതാക്കൾ പലപ്പോഴും പറയുമല്ലോ, ദാനിയേൽ പ്രവാചകന്റെ ആ പുസ്തകത്തിൽ രാജാവ് കണ്ട സ്വപ്നത്തിൽ തല തങ്കം കൊണ്ടും നെഞ്ചിൻ കൈയും വെള്ളി കൊണ്ടുമുള്ള അതിന്റെ രണ്ടാം ഭാഗം, തല തങ്കം കൊണ്ടുള്ളത് ബാബിലോന്യ സാമ്രാജ്യമെങ്കിൽ നെഞ്ചും കൈയും വെള്ളി കൊണ്ടുള്ള രണ്ടാം സാമ്രാജ്യം പാർസികളുടേതാണ്. പേർഷ്യ, നീണ്ടോ പേർഷ്യൻ അമ്പയറാണ്. ഇവരാണ് പാർസികൾ. പാർസി മന്ത്രവാദികളോ? അല്ല. അതൊന്നും മനസ്സിലാക്കിയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂ. ശ്രദ്ധിച്ചിരിക്കണം. സന്തോഷമാണോ? ശ്രദ്ധിച്ചിരിക്കണം. ആരാണ് ഈ മാദികൾ? പേർഷ്യൻ മാദികൾ അഥവാ വിദ്വാൻമാർ, ഈ വൈസ്മൻസ്. ഇതാരാ? നമുക്ക് വിശകലനം ചെയ്യാൻ ഗ്രഹിക്കാം. സഹോദരി അറിയുക, ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മതവും ഏറ്റവും വലിയ രാജ്യവും പാർസികളുടേതായിരുന്നു. വലിയ മതം, വലിയ രാജ്യവും അവരുടേതായിരുന്നു. അവരുടെ രാജ്യത്തിന്റെ അതിർത്തി പറയുക അങ്ങ് എത്യോപ്യ മുതൽ ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്നു എന്ന് ബൈബിളിൽ തന്നെ പറയുക. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ വ്യാപരിച്ചു കിടന്ന പേർഷ്യ ഭരിച്ച ഒരു രാജാവിനെ കുറിച്ച് എസ്തേർ 1:1 8:9 പറയുക. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ച അഹശ്വേരോസ് ഇവൻ തന്നെ. ഇന്ത്യയെ കുറിച്ച് ബൈബിളിൽ 2 പരാമർശമുള്ളൂ. എസ്തേർ 1:1 8:9. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ച അഹശ്വേരോസ്. ഇന്ത്യ വരെയായിരുന്നു. അഫ്ഗാനിസ്ഥാനും അതിൻ്റെ ഈ മണ്ഡലം, നമ്മളിപ്പോൾ അധിവസിക്കുന്ന ഈ ഭൂപ്രദേശമൊന്നും പെടില്ല. ബാക്കി ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കിടക്കുന്ന ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്നു ഈ സാമ്രാജ്യം. ഇതിനെ ഒന്നുകൂടി പറയാം. ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്ന ആ സാമ്രാജ്യം, അവർക്കൊരു മതമുണ്ടായിരുന്നു. പേർഷ്യൻ മതം അഥവാ പാർസികളുടെ മതം. ആ പാർസികളുടെ മതത്തിന് ഒരു ദേവനുണ്ടായിരുന്നു, ഒരു ദൈവം. അതെന്നെ സന്തോഷകരമായിട്ട് അറിയാം. അവരേക ദൈവത്തിലാണ് വിശ്വസിച്ചത്. അവരേക ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പരിഭവമാണോ? ഒറ്റ ദൈവമേ പാർസികൾക്കുണ്ടായിരുന്നുള്ളൂ. നമ്മളെപ്പോലാണോ? ചെറിയ വ്യത്യാസമുണ്ട്. തീരെ ഇതുപോലല്ല. അവർക്ക് പിശാചുക്കൾ അനവധിയില്ല, ഒരാളേ ഉള്ളൂ. സൗകര്യമുള്ളൊരു മതമാണ്. ശാസിച്ചാൽ തന്നെ ഒരു പിശാചിനെ ശാസിച്ചാൽ മതി, ആയിരക്കണക്കിനില്ല. അവരുടെ ദേവന്റെ പേര് അഹൂര മസ്ദ എന്നായിരുന്നു. എങ്ങനെ? അഹൂര മസ്ദ. അത് മൊത്തം പറയാൻ പ്രയാസമുള്ളവർ അഹുര എന്ന് പറഞ്ഞാൽ മതി. അഹൂര. അവരുടെ പിശാചിന്റെ പേര് കൂടി പറയാം. അഹ്രിമാൻ എന്നായിരുന്നു പിശാചിന്റെ പേര്. എങ്ങനെ? അത് കൃത്രിമ പല്ലുള്ളവരൊന്നും അത് പറയണ്ട, കേട്ടിരുന്നാൽ മതി. എങ്ങനെയാ അവരുടെ പിശാചിന്റെ പേര്? അഹ്രിമാൻ ആൻഡ് അഹുരമസ്ദ. അഹുരമസ്ദ is the god of light and Ahriman is the god of darkness. ഇരുട്ടിന്റെ ദേവനാണ് അഹ്രിമാൻ, വെളിച്ചത്തിന്റെ ദേവനാണ് അഹുര. ഇവർ തമ്മിൽ നല്ല
നല്ല ശണ്ട, നല്ല പോരാട്ടമാണ്. ഇവർ തമ്മിലുള്ള പോരാണ് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് കാരണം. അങ്ങനെ ഓരോ സൂര്യോദയത്തിലും അഹുര യുദ്ധത്തിന് പുറപ്പെടും. യുദ്ധം ചെയ്ത് യുദ്ധം അതിൻ്റെ കാഠിന്യ ഘട്ടത്തിലെത്തുന്നതാണ് ഉച്ചയ്ക്ക് നല്ല വെളിച്ചം. പിന്നെ അഹുര ക്ഷീണിച്ചു തുടങ്ങും. അപ്പോഴേക്കും അഹ്മാൻ ജയിക്കും. അതാണ് രാത്രി. പക്ഷെ അവർ വിശ്വസിച്ചു ഒരു ദിവസം അഹുര ജയിക്കും, എന്നിട്ട് അഹ്മാൻ തോറ്റിട്ട് പകൽ മാത്രം അവസാനിക്കാതെ തുടരും. അതവരുടെ ലോകവീക്ഷണം. തീർന്നില്ല. അവർക്ക് വിഗ്രഹങ്ങളില്ല, പക്ഷെ പ്രതീകങ്ങളുണ്ട്. എന്താ പ്രതീകം? വെളിച്ചം പകരുന്ന അഗ്നി അവർക്ക് അഹൂരയുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് വിളക്ക്, തീയ്, വെളിച്ചം, സൂര്യൻ ഇവയേതു രൂപത്തിലുള്ളവയും കാണുമ്പോൾ അതിലൂടെ അവർ അഹൂരയെ കാണും. തീർന്നില്ല. ഏത് രൂപത്തിലെ വെളിച്ചവും പാർസികൾക്ക് അഹൂരയുടെ സാന്നിധ്യമാണ്. ഞാനിവിടെ നിൽക്കേ, നിങ്ങൾ എൻ്റെ കണ്ണടയിലേക്ക് ശ്രദ്ധിച്ചാൽ ഒരു വെളിച്ചത്തിൻ്റെ റിഫ്ലക്ഷൻ കാണാം. നിങ്ങൾ എനിക്കും കാണാം കണ്ണട വെച്ചാൽ. പാർസി മതസ്ഥനായി ഇത് കണ്ടെങ്കിൽ ഈ വെളിച്ചത്തെ കണ്ടിട്ടും പറയും, അഹൂര നിന്റെ സാന്നിധ്യം ഞാൻ അവിടെ കാണുന്നു. ചെറുതും വലുതുമായ ഏതു വെളിച്ചവും അഹൂരയുടെ സാന്നിധ്യമാണ് അവർക്കെങ്കിൽ ഏതുതരം ഇരുട്ടും അഹ്മാന്റെ സാന്നിധ്യമാണ്. മനസ്സിലായോ? അവർ വിശ്വസിച്ചു. കുറ്റാകുറ്റിരുട്ടിലും ഒരു തിരി തെളിച്ചു വെച്ചിട്ടേ കിടക്കൂ. പക്ഷെ കാറ്റടിക്കുമ്പോഴും തിരികിലെ എണ്ണ നീരുമ്പോഴും ഈ വെളിച്ചം അസ്തമിക്കുമ്പോൾ കണ്ണു തുറന്ന് നോക്കുന്ന ഒരു പേർഷ്യൻ മതക്കാരൻ വിലപിക്കും, എൻ്റെ അഹുര നീ എന്നെ വിട്ടു പിരിഞ്ഞു. എൻ്റെ വീടിൻ്റെ ഐശ്വര്യം കിട്ടു. കാരണം കാറ്റതിനെ ഊരി തകർത്തു. ഇങ്ങനെ വരാതിരിക്കാൻ എപ്പോഴും അവർ ജാഗരിക്കും, ഈ വെളിച്ചം ഇങ്ങനെ ജ്വലിപ്പിച്ചു വെക്കാൻ. അവർ വിചാരിച്ചു ഈ കെട്ടുപോകുന്ന വെളിച്ചമായിരിക്കുന്ന അഹുര ഒരു ദിവസം ഇരട്ടി പവറോട്, ഇരട്ടി ശക്തിയോടെ വന്ന് ഈ ഇരുട്ടിനെ മുഴുവൻ തോൽപ്പിച്ചിട്ട് നിലനിൽക്കുന്നൊരു വെളിച്ചം തരും. ഇങ്ങനെയൊക്കെ വിശ്വസിച്ചവരെ കണ്ടിട്ടാ നമ്മുടെ യോഹന്നാൻ പറഞ്ഞത്, മക്കളെ ഇതൊന്നും അല്ല വെളിച്ചം. ഇരുളു വിഴുങ്ങുമ്പോൾ തോറ്റോടുന്നതല്ല വെളിച്ചം. സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഒരു ഇരുട്ടിനും പിടിച്ചടക്കാത്തൊരു വെളിച്ചം ഒരു ദിവസം ഉദിക്കും. ആ ഇരുളിനെ മുഴുവൻ തകർത്തിട്ട് ആധിപത്യത്തിലെത്തുന്ന ആ വെളിച്ചത്തിന് അന്തമുണ്ടാകയില്ല. എന്നേക്കും ഉലകത്തെ ശോഭിപ്പിക്കുന്ന ഒരു സത്യവെളിച്ചം ഉദിക്കും. ആ വെളിച്ചം ആരാണ്? സാക്ഷാൽ നമ്മുടെ കർത്താവായ യേശു. പേർഷ്യൻ മതസ്ഥരോട് പറഞ്ഞു, അഹുര വെളിച്ചമാണ്, പക്ഷേ സത്യവെളിച്ചമല്ല. ഈ ട്യൂബിലെ വെളിച്ചം വെളിച്ചമാണ്, സത്യവെളിച്ചമല്ല. എനർജി നഷ്ടപ്പെടുമ്പോൾ, ഓയിലൊഴിച്ചു കൊടുക്കുന്നത് നിലയ്ക്കുമ്പോൾ, എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് നശിക്കുമ്പോൾ ആ വെളിച്ചം നശിക്കും. സൂര്യൻ പോലും ശരിയായ വെളിച്ചമല്ല. കാരണം ഗ്രഹണം വരുമ്പോൾ സൂര്യനും ഉറങ്ങും, ഇരുട്ട് വ്യാപരിക്കും. ഭ്രമണം വരുമ്പോൾ സൂര്യൻ ഭൂമിയുടെ മറുകരയിലെത്തും. അതുകൊണ്ട് ഭൂമി സൂര്യനെ മറയ്ക്കുമ്പോൾ നമുക്ക് ഇരുട്ടുണ്ടാകും. പക്ഷേ ഒരു ശക്തിക്കും മറയ്ക്കാനാവാത്ത ഒരൊറ്റ വെളിച്ചമേ ഉള്ളൂ, സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ലെങ്കിൽ ഇന്ന് രാത്രി ഈ വെളിച്ചം നമ്മുടെ ജീവിതത്തിലുണ്ട്. അടുത്ത പകലുമായി വലം വെക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതിരുട്ടിനെയും ദൂരീകരിക്കുന്ന സത്യവെളിച്ചത്തിന്റെ വെളിപ്പാട് എന്റെയും നിന്റെയും ജീവിതത്തിലെ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് പ്രശോഭിതമായ അനുഭവത്തിലേക്ക്
നമ്മെ നയിക്കാൻ കഴിവുള്ളതാണെങ്കിൽ, ശക്തിയുള്ളതാണെങ്കിൽ ആ വെളിച്ചത്തെ പിൻപറ്റാൻ കഴിയാതെ ഒരാളെങ്കിലും ദൂരത്തും ചാരത്തും ഇരുന്ന് വചനം കേൾക്കുന്നെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, മറ്റൊരുവരെയും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിലുള്ള ഒരേ ഒരു വെളിച്ചം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ഇനി ആ ഹുരയൊക്കെ മനസ്സിലായോ? വെളിച്ചമൊക്കെ മനസ്സിലായോ? അവരുടെ മതഗ്രന്ഥം കൂടി പഠിക്കണം. ആ മതഗ്രന്ഥത്തിൻ്റെ പേര് സെയിന്റ് അവസ്ഥ എന്നായിരുന്നു. സെന്റ് അവസ്ഥ. എന്നാൽ ഈ സെന്റ് അവസ്ഥ ഗ്രഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒത്തിരി സംഗതികൾ അതിലുണ്ട്. അവരെ ഒത്തിരി വിശദീകരണവും നമുക്ക് ആവശ്യമില്ല. ഞാൻ അങ്ങനെ പോകത്തില്ല. ശ്രദ്ധിക്കണേ. ഈ മതത്തിൽപ്പെട്ട ആളുകൾ ഇന്നും ഇന്ത്യയിൽ ജീവിച്ചിരിപ്പുണ്ട് ധാരാളം പേര്. പാർസികൾ ഒരു മതന്യൂനപക്ഷമാണ്. നമ്മുടെ രത്തൻ ടാറ്റ ഉണ്ടല്ലോ, ടാറ്റ കമ്പനി, പ്രകൃതിയുടെ മിശ്രണം, ടാറ്റയുടെ ബാക്കിംഗ് എന്നൊക്കെ പറയില്ലേ. ഈ ടാറ്റ ഒരു പാർസി മതസ്ഥനാണ്. ഇന്ത്യക്കാരായ നമ്മളെ ഈ പേർഷ്യൻ മതം നന്നായി സ്വാധീനിച്ചു. പേർഷ്യൻ സംസ്കാരം. എന്തിനാ അവിടെ പോകുന്നത്? പെന്തക്കോസ്തുകാരായ നമ്മളെയും പാർസികളുടെ സംസ്കാരം സ്വാധീനിച്ചിട്ടുണ്ട്. എന്താ തെളിവെന്നറിയട്ടെ? ഞാനിട്ടിരിക്കുന്ന ഈ ജുബ്ബ ഉണ്ടല്ലോ, പാസമൊക്കെ ഇട്ടിരിക്കുന്നത്, ഇതൊന്നും ആത്മാവ് തന്നല്ല, പാർസികൾ ഇന്ത്യയിൽ വന്നപ്പോൾ കൊണ്ടുവന്നാണ്. മനസ്സിലായോ? ചിദംബരം ഇട്ടിരിക്കുന്നതും ഞാൻ ഇട്ടിരിക്കുന്നതും പാസ്മാൻ ഇട്ടിരിക്കുന്നതും ഒക്കെ ആയ ജുബ്ബ എന്ന ഉടുപ്പുണ്ടല്ലോ, ഇത് എങ്ങനെയാണ് പാർസികൾ ഇന്ത്യയിൽ വന്നപ്പോൾ കൊണ്ടുവന്ന കൾച്ചറാണ്. ഈ ഇട്ടിരിക്കുന്ന പരവതാനി ഉണ്ടല്ലോ, ഈ ഇത് പാർസികളുടെ കൾച്ചറാണ്. നമ്മുടെ പീഡിയമലയിലുമൊക്കെ ഉപയോഗിക്കുന്ന തബലുണ്ടല്ലോ, സംഗീത ഉപകരണം, അത് പാർസികൾ കൊണ്ടുവന്നാണ്. ഹിന്ദുസ്ഥാനി സംഗീതമുണ്ടല്ലോ ഗോപി സാറെ, ഇതൊക്കെ പാർസികളുടേതാണ്. മോശമൊന്നുമില്ല. സംസ്കാരത്തിൽ ഇവിടുന്ന് നല്ലതാണെങ്കിൽ ആർജിക്കണം. വേണ്ടേ? എനിക്കിതൊന്നും വേണ്ട, ഞാൻ ശുദ്ധ ഇന്ത്യക്കാരനായിട്ട് ജീവിക്കൂ, വേറൊന്നും വേണ്ട എന്ന് നിശ്ചയിച്ചിരുന്നെങ്കിൽ ഈ കൺവെൻഷൻ നടക്കുകയില്ലായിരുന്നു. ഞാൻ തനി ഭാരതീയ വസ്ത്രം അതൊക്കെ പറയാതിരിക്കുക. വേറെ ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും പോകില്ല. ഇല്ല, മനസ്സിലായോ? പഠിക്കണം. ഒത്തിരി കാര്യങ്ങൾ. പല സംസ്കാരങ്ങളുടെ സമന്വയമാണ് നമ്മളത്. സാരി വിക്ടോറിയൻ കാലത്തെ വസ്ത്രമാണ്. ചുരിദാർ പാർസികളുടെ വസ്ത്രമാണ്. ഇത് മോശമൊന്നുമല്ല. മോശമാണ് നമ്മളൊക്കെ ഇടുവോ? അതുകൊണ്ട് പാർസികൾ നമ്മുടെ ലോകത്ത് നോക്കി. ഈ പാർസികൾ പൊതുവെ മര്യാദക്കാരാണ്, നല്ല മര്യാദക്കാർ. അതുകൊണ്ടാണ് ഈ ദാനിയേലിന്റെ ബിംബത്തിൽ അവൻ നെഞ്ചിൻ കൈയുള്ള ഭാഗത്താണ് പാർസികളെ കുറിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹൃദയമുള്ള ആൾക്കാരാണ്. അങ്ങനെ ദൈവമല്ലേ ഒരു സന്തോഷം വന്നപ്പോൾ എസ്തേറിനോട് പറയുക, രാജ്യത്തിൻ്റെ പാതി വേണമെങ്കിലും തന്നേക്കാം. നമ്മളാണ് ഒരു സാരി വാങ്ങി സ്ത്രീകൾക്ക് കൊടുക്കുന്ന എത്ര നിർബന്ധിക്കുമ്പോൾ. പക്ഷെ രാജാവ് പറയുക, രാജ്യത്തിൻ്റെ പാതി. കണ്ടോ? അടുത്തത് നെഹെമ്യാവിനെ കണ്ടപ്പോൾ ഒരു പേർഷ്യൻ രാജാവ് പറയുക, എന്താ പറഞ്ഞ വിഷമിക്കുന്നത്? എൻ്റെ പിതാക്കന്മാരുടെ നഗരം, അവരുടെ കല്ലറ കിടക്കുന്ന നഗരം, അതിൻ്റെ മതി, അത്രയുള്ളൂ. ഫണ്ട് ഞാൻ തരാം, പോയി അത് ശരിയാക്കപ്പോ. എന്തൊരു രാജാവാണ്! പേർഷ്യക്കാർ പോയിട്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ടാറ്റയുടെ കമ്പനി സമരം നടന്നു. അങ്ങനെ അതൊന്നും അനുവദിക്കില്ല. ഈ തൊഴിലാളികളോടുമൊക്കെ അങ്ങനെ ഒരു നല്ല സമീപനമാണ് ടാറ്റ പുലർത്തുന്നത്. ഇത് കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ ഈ ടാറ്റയോടെന്തോ വാങ്ങിച്ചിരിക്കുകയാണ്. ഒരു ടാറ്റ പോലും പുള്ളി എനിക്ക് തന്നിട്ടില്ല. മനസ്സിലായോ? അല്ല, ടാറ്റ വന്നോണ്ടാവും നമുക്ക് ഈ തേയിലൊക്കെ ഇവിടെ ഉള്ളത്. അല്ല, നമ്മളവിടെ തേയില കൃഷി ചെയ്തിട്ടുണ്ടോ? ഇവിടെ ചുമ്മാ പറയില്ലേ, ഹാരിസൺ തോട്ടം ഉണ്ടാക്കി, തേയിലത്തോട്ടം ഉണ്ടാക്കി. ഇന്ത്യക്കാരനാരുടെ കൃഷി അറിയാതെ 2 കപ്പ കുഴിച്ച് വെച്ചിട്ട് കൃഷിയാവുമോ? ഇന്ത്യക്കാരെല്ലാം കഴിക്കാൻ ഭക്ഷണം കിട്ടുമോ?
ഒന്നുമില്ല. കൃഷി ശാസ്ത്രീയമായി നടത്തിയത് വൈദേശികൻ ഇവിടെ കൊണ്ട് ഈ കൃഷി സംസ്കാരമൊക്കെ പഠിപ്പിച്ചപ്പോഴാ കൃഷിയുടെ രീതി ഇങ്ങനെയാണ് നമ്മൾ കണ്ടത്. കൃഷി ചെയ്യേണ്ട രീതി പ്രകൃതിക്ക് നാശം വരാതെ ഈ ടാറ്റയുടെ തോട്ടമൊക്കെ നമ്മുടെ കയ്യിലായിരുന്നു. എങ്ങനെ ഇരുന്നേനെ സിമെന്റ് പന്തലിട്ട് വെച്ചായിരുന്നു. കൃഷി നടത്തിയതിനെ കൃഷി അടക്കം പല കൃഷികളോട് നടത്തിയതിനെ പോട്ടെ, ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. തൽക്കാലം ഞാൻ ഇവരെ ഒന്ന് മനസ്സിലാക്കി തന്ന നല്ല മനുഷ്യൻ. ഇവർക്കൊരപജയമുണ്ടായി. എന്താ അപജയം? ഈ പേർഷ്യ കുറേ കഴിഞ്ഞപ്പോൾ അസ്തമിച്ചു. പകരം അലക്സാണ്ടറുടെ കരുത്തനായ അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യം കയറി വന്നു. അതുകൊണ്ട് അസ്തമിച്ചു. അല്ലെങ്കിൽ വല്ലാതെ വളർന്നു വരുന്നൊരു സ്ഥാപനം കണ്ടാൽ ഓർത്തോണം, പെട്ടെന്ന് ഓട്ടിപ്പോകും, പെട്ടെന്ന് വളരും. അങ്ങനെയ അത് തടഞ്ഞിട്ടൊരു സാമ്രാജ്യം വന്നു, റോം. BC 63 അവൻ കുറച്ച് നാൾ പിടിച്ചു വന്നു. ആ റോം ഇങ്ങോട്ട് വന്നപ്പോൾ പേർഷ്യ അസ്തമിച്ചു, ഗ്രീസ് അസ്തമിച്ചു. ഈ പേർഷ്യൻ മതത്തിലും ഗ്രീക്കുകാരുടെ മതചിന്തയിലും ഒക്കെയുള്ള ആളുകൾ ധാരാളമായി റോമൻ മതത്തിലേക്ക് ചേക്കേറി. മതപരിവർത്തനം ധാരാളം ആളുകൾ അങ്ങനെ ചേക്കേറിയപ്പോൾ അവസാനം ഈ പേർഷ്യൻ മതം ശുഷ്കിച്ച് ചെറുതായി വന്നു. അവസാനം അതിൽ പുരോഹിതന്മാരും അപൂർവം ചിലരും അവശേഷിച്ചു. അവരുടെ പുരോഹിതന്മാർ മേലങ്കി ധരിച്ച്, തലപ്പാവ് ധരിച്ച്, താടി നീട്ടി വളർത്തി, മുടി നീട്ടി വളർത്തി, ഭൗതിക ജീവിതത്തിന്റെ വിശുദ്ധി അനുഷ്ഠിച്ച്, അഗ്നിപൂജ ചെയ്ത്, സൂര്യപൂജ ചെയ്ത്, വെളിച്ചത്തെ എവിടെ കണ്ടാലും അഹൂരയെ നമസ്കരിച്ച്, മന്ത്രോച്ചാരണങ്ങളോടെ ഇങ്ങനെ നടക്കുന്ന ഒരുപറ്റം സാധുക്കളാണ്. ഈ സാധുക്കളായ ഈ നല്ല മനുഷ്യര് ഏത് മതഗ്രന്ഥവും പഠിക്കാൻ സന്മനസ്സുള്ള വിശാല ഹൃദയജ്ഞരായ ഒരുപറ്റം സാധുക്കൾ. ഇവരെ കണ്ടിട്ടത് റോമക്കാരിട്ട പേരാണ് മാഗികൾ. മനസ്സിലായോ? ഇതാണ് മാഗികൾ. അത് മന്ത്രവാദികളൊന്നും അല്ല സത്യത്തിൽ, പക്ഷെ ലോകം അവരെ വിളിച്ച പേരാണ് മാഗികൾ. അതിൻ്റെ മലയാള പരിഭാഷയാണ് വിദ്വാൻമാർ. ഇംഗ്ലീഷിൽ കിടക്കുന്ന വൈസ്മെൻസ്. ഇവരാണ് ഈ അന്വേഷകർ, സത്യാന്വേഷകർ. ഒരു കാര്യം കൂടി പറഞ്ഞ് വിരസമായ ആ ചരിത്രം ഞാൻ വിട്ടേക്കാം. ബഹുമാന്യരെ, ഈ മാഗികൾ അഥവാ പേർഷ്യൻ മതത്തിലെ മാന്ത്രികന്മാർ അഥവാ പുരോഹിതന്മാർ, ഇവർ അന്ന് റോമിന്റെ ആധിപത്യത്തിന് കീഴിൽ അടിമകളായി കഴിയും കാലത്ത് അവർ മറ്റൊരു കൂട്ടരെ ശ്രദ്ധിച്ചു. തലപ്പാവ് വെച്ച, മേലങ്കി ധരിച്ച, വിഗ്രഹ പൂജയില്ലാത്ത, യാതൊരു ഐക്കണുകളെയും വണങ്ങാത്ത, അദൃശ്യനായൊരു ദൈവത്തെ ആരാധിച്ചു പോരുന്ന ഒരുപറ്റ യഹൂദാറബിമാര്. അവർ പരിയും അടുത്തടുത്തടുത്ത് വന്നപ്പോൾ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് വണങ്ങുന്നത്? ആരാണ് നിങ്ങളുടെ ദൈവം? പറഞ്ഞു കൊടുത്തു, യഹോവ. മാഗികൾ അവരോട് ചോദിച്ചതിന് ചോദ്യമായി മറുപടിയെ ഇവർ ചോദിച്ചു, ആരാണ് നിങ്ങളുടെ ദേവൻ? പറഞ്ഞു കൊടുത്തു, അഹൂര. ആരാണ് അഹൂര? വരൂ, അഹൂരയെ കാണിച്ചു തരാം. ചുട്ടുപൊരുന്ന സൂര്യനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ വെളിച്ചം അഹൂരയുടേതാണ്. ആ സൂര്യൻ നിങ്ങളിൽ വെളിച്ചത്തിൽ പതിക്കുന്നത്, വെള്ളത്തിൽ പതിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞു, ദാ ഇതും അഹൂരയാ. അടുപ്പിൽ ആളിക്കത്തുന്ന തീ കണ്ടിട്ട് പറഞ്ഞു, അതും അഹൂരയാ. എവിടെ വെളിച്ചമുണ്ടോ അതൊക്കെ അഹൂരയാണ് ഞങ്ങളുടെ വീക്ഷണത്തിൽ. അതുകൊണ്ട് ഞങ്ങൾ തുതിക്കുന്നവർ ഈ അഹൂരയാന്ന് പറഞ്ഞപ്പോൾ ഇതാ യഹൂദന്മാരായ യഹൂദ പുരോഹിതന്മാർ മറുപടി കൊടുത്തു, വരൂ, അതാരാണെന്ന് ഞങ്ങൾ പറയാം. അവർ കാത്തിരുന്നപ്പോൾ പറഞ്ഞു കൊടുത്തു, ആ കണ്ട സൂര്യനില്ലേ, രാത്രിയിൽ സൂര്യൻ നിൽക്കുന്ന ചന്ദ്രനില്ലേ, ജ്വലിച്ചു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ശതകോടികളായ നക്ഷത്രങ്ങളില്ലേ,
മറിച്ച് അവയെ സൃഷ്ടിച്ചവന്റെ പേരാണ് ദൈവം. പകൽ വാഴുവാൻ സൂര്യനെ, രാത്രി വാഴുവാൻ ചന്ദ്രനെ നിയമിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സർവാധികാരിയായ സകലത്തിനും കാരണഭൂതനായ സൃഷ്ടാവായ ഒരുവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ചുല്ലസിക്കുകയോ ദൈവപുത്രന്മാരെല്ലാം ആർക്കയും ചെയ്തപ്പോൾ ഈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ഇതാണ് ദൈവത്തിന്റെ പദ്ധതിയും ദൈവസൃഷ്ടിയുടെ സവിശേഷതയുമെങ്കിൽ സൃഷ്ടിയെയല്ല സൃഷ്ടാവിനെ വണങ്ങണം എന്ന ചിന്ത ഈ മാനികൾക്ക് അതുവരെ പഠിച്ചു വച്ച ചിന്തയുടെ അടിത്തറ കുളം തോണ്ടാൻ കാരണമായി. അന്നു മുതൽ അവർ യഹൂദ മതഗ്രന്ഥമായ തോറ എന്ന ന്യായപ്രമാണവും പഠിച്ചു. ന്യായപ്രമാണം പഠിച്ചിങ്ങോട്ട് വരുമ്പോൾ അവർക്ക് തോന്നും ദാണ്ടാ ശരി. വീട്ടിൽ ചെന്നിട്ട് അഹൂരിയുടെ സന്തവസ്ഥ വായിച്ചാൽ തോന്നും ദാണ്ടാ ശരി. രണ്ട് ശരിയില്ല. മനസ്സിലായ പറഞ്ഞേ? ശരി ഒന്നേയുള്ളൂ, ഒറ്റ ശരിയുള്ളൂ. ഏകസത്യതയുമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന കർത്താവായ യേശുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. ശരിയൊന്നേയുള്ളൂ, യാഥാർത്ഥ്യമൊന്നേയുള്ളൂ. അങ്ങനെ കാത്തിരിക്കുന്ന വേളയിൽ ഇവർ പറഞ്ഞു കൊടുത്തു, ഞങ്ങളുടെ വെളിച്ചമായവൻ ഞങ്ങളിൽ നിന്ന് റോമനാധിപത്യത്തിന്റെ അടിമത്തത്തിലാണ്. പക്ഷെ ഞങ്ങളെ രക്ഷിക്കാൻ യഹോവയുടെ പുത്രൻ ജഡം ധരിച്ച് ഒരു മനുഷ്യനായി ഇഹലോകത്തിലേക്ക് ഇറങ്ങി വരും. ആ വെളിച്ചമാണ് യഥാർത്ഥ വെളിച്ചം. ആ വെളിച്ചത്തിന് അവരൊരു പേരിട്ടു മശിഹ. മശിഹയെ കാത്തുകാത്തവരിയ്ക്ക് മശിഹയെ കുറിച്ചുള്ള ലക്ഷണങ്ങൾ ചോദിച്ചറിഞ്ഞ യഹൂദന്മാർ ഈ മാനികൾ നിരന്തരം ന്യായപ്രമാണ പുസ്തകങ്ങളും പ്രവാചകൃതികളും അങ്ങോട്ട് വായിച്ച് കാത്തിരിക്കേ. ഒരു രാത്രി അവരുടെ ആരാധനാലയത്തിൽ പ്രാർത്ഥനാക്രമത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുരോഹിതന്മാരുടെ സംഘം പാടിയും പ്രാർത്ഥിച്ചും അഹൂരയെ നമസ്കരിച്ചും അഗ്നിക്ക് വലം വെച്ചും ഇങ്ങനെ ആനന്ദ നൃത്തം ചെയ്യുന്ന ഘട്ടത്തിൽ അവരെ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച. ആകാശത്തൊരു നക്ഷത്രം. നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കുന്നവരാ വാനശാസ്ത്രം നല്ല നിരീക്ഷണം. നക്ഷത്രത്തിന്റെ തിളക്കം, അതിന്റെ പ്രകാശ സവിശേഷത, കണ്ണഞ്ചിപ്പിക്കുന്നതിന്റെ കാന്തി, ഇതൊക്കെ കണ്ടിട്ട് അഹൂറയുടെ സന്തവസ്ഥ വായിച്ചിട്ട് പറയും, വിതയ്ക്കാൻ സമയമായി, വിതച്ചുകൊള്ളൂ 100 മേനി ഫലം. കൊയ്യാൻ സമയമായി, കാത്തിരുന്നുകൊള്ളൂ. നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് സമയക്രമം പറയാൻ കണക്കും അതിന്റെ കാഴ്ചപ്പാടുമുള്ള ഈ മാന്ത്രികന്മാർ, ഈ മായികൾ ഇങ്ങനെ കാത്തിരിക്കെ ഏത് രൂപത്തിലും ഏത് ഭാവത്തിലും വരുന്ന നക്ഷത്രങ്ങളെ കണ്ടാൽ അവർക്കറിയാം പ്രകൃതിക്ക് വരുന്ന മാറ്റം. മഴ പെയ്യാറാകുന്നു, മഴ മാറാൻ പോകുന്നു, വസന്തകാലം എടുക്കുന്നു, വേനലെടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ചില ഘട്ടങ്ങളിൽ ചില രാജാക്കന്മാർ പിറവികൊള്ളും. രാജാവ് പിറവികൊള്ളുമ്പോൾ ഈ രാജാവിൻ്റെ ഐശ്വര്യവും അന്ന് പിറക്കുന്ന നക്ഷത്രവും കണ്ടിട്ട് അവർ കാര്യം മനസ്സിലാക്കും, ഈ നക്ഷത്രത്തിൽ പിറവി കൊണ്ടാൽ ഐശ്വര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആ നക്ഷത്രത്തിൽ പിറവി കൊണ്ടവരെ, അത് പരസ്പരപൂരകമായൊരു കണക്കാണ്, അത് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നക്ഷത്രത്തിൽ പിറവി കൊണ്ടവർക്ക് രാജയോഗമുണ്ട്, ഈ നക്ഷത്രത്തിൽ പിറവി കൊണ്ടവർക്ക് ഇരുട്ടിന്റെ വ്യാപാരമുണ്ട്. അങ്ങനെ കാർത്തികയും മകയിനവും അങ്ങനെ ഭൂമിയിൽ അവർ കണ്ട് വിചിന്തനം ചെയ്ത നക്ഷത്രങ്ങളെ കുറിച്ചൊക്കെയുള്ള ആ പഠനങ്ങൾ നിരന്തരം നിർവഹിച്ചുകൊണ്ട് ശരിയും തെറ്റും, വസന്തകാലവും ഹേമന്തവും ഗ്രീഷ്മവും, കൊയ്ത്തും വിതയും, അതേക്കുറിച്ചുള്ള പഠനവും, കനത്ത ഇരുട്ടും അമാവാസിയും പൗർണമിയും വരുന്ന കാലത്തെക്കുറിച്ചും പഠിച്ചു കാത്തിരുന്ന ഈ മാഗികൾ വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടു. ആകാശത്ത് ഒരു വേറിട്ട നക്ഷത്രം, വിശാലമായ വിപുലമായ കണ്ണഞ്ചിപ്പിക്കുന്ന
നിൽക്കുന്ന അതിന്റെ കാഴ്ചയും ആ താരത്തിളക്കവും കണ്ടിട്ട് ഈ മായികൾ ഒത്തുകൂടി ചോദിച്ചു, ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത, അഹൂരയുടെ കണക്ക് പുസ്തകത്തിൽ പറയാത്ത, ചെന്തവസ്ഥയിൽ പറയാത്ത, വാനശാസ്ത്രത്തിൽ നമ്മൾ ഇതുവരെ നീടിച്ചറിഞ്ഞിട്ടില്ലാത്ത ഈ നക്ഷത്രം എന്ത്, ഇതിന്റെ ലക്ഷ്യമെന്ത്? പൂർവികന്മാരോട് ചോദിച്ചാലോ പ്രായമുള്ളവരോട് ചോദിച്ചാലോ പലരോടും ചോദിച്ചിട്ടും ഉത്തരം കിട്ടാതെ ഈ നക്ഷത്രം അവരുടെ മുമ്പിൽ പ്രഭാപൂരിതമായി നിന്നപ്പോൾ അവർക്ക് മറ്റൊരു കാഴ്ച കാണാൻ പറ്റി. അതാ ആ നക്ഷത്രം സഞ്ചരിച്ചു തുടങ്ങുന്നു. മാണികൾ ആവേശപരരായിട്ട് വിളിച്ചു പറഞ്ഞു, അതാ നക്ഷത്രം സഞ്ചരിച്ചു തുടങ്ങുന്നു, അതിന്റെ പ്രഭാവലയം നമ്മളെ വിട്ട് പോകാതിരിക്കാൻ നാം അങ്ങോട്ട് അനുഗമിക്കുക. അങ്ങനെ കൂടിയിരിക്കുമ്പോൾ ആ മാണികളിൽ ഒരുവൻ പറഞ്ഞു, നാളുകൾക്കപ്പുറത്ത് നമ്മുടെ സുഹൃത്തുക്കളായി യഹൂദാ പുരോഹിതന്മാരുമായി സംഭാഷണത്തിലേർപ്പെടുമ്പോൾ അവർ പറഞ്ഞില്ലേ, തങ്ങളുടെ ഒരു നക്ഷത്രം യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, അത് തൂലപുത്രന്മാരെയൊക്കെ സംഹരിക്കും, അത് ഏദോമിന്റെ പാർശ്വങ്ങളെ തകർക്കും, ഏദോമിന്റെ പാർശ്വങ്ങളെ തകർത്ത് അമാലേക്കിനെ തകർത്ത് ഇരുട്ടിനെ തകർത്ത് എന്നേക്കും വാഴുന്ന നീതിയുടെ രാജാവായ ആത്യന്തികനായ ആ ദൈവകുമാരന്റെ പിറവിയാകണം ഈ നക്ഷത്രം. അതാ ആ നക്ഷത്രം സഞ്ചരിച്ചു തുടങ്ങി. അതുകൊണ്ട് മാണികൾ തങ്ങൾക്ക് വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഭാണ്ഡത്തിനുള്ളിലാക്കി കാഴ്ച വസ്തുക്കളാക്കി മാറ്റിക്കൊണ്ട് അത് തോളിലെത്തിക്കൊണ്ട് അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി മുന്നമേ പോകുമ്പോൾ ഈ നക്ഷത്രം കണ്ടിട്ട് അവരുടെ കണക്ക് പുസ്തകത്തിൽ രാശിചക്രങ്ങളുടെ മനനഗണന ചിന്തകളിൽ വാനശാസ്ത്രത്തിന്റെ നിരീക്ഷണത്തിൽ അഹൂരയുടെ കണക്ക് പുസ്തകത്തിൽ പല ആവർത്തി പരതിയിട്ടും ഈ നക്ഷത്രത്തിന്റെ പൊരുൾ അതിലെങ്ങും എഴുതാത്തതിന്റെ കാര്യമെന്താ? സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നു. ആ സത്യവെളിച്ചത്തെ കണ്ടെത്താൻ നിന്റെ നിരീക്ഷണം പോരാ, നിന്റെ അധ്വാനം പോരാ, നിന്റെ കണക്ക് കൂട്ടൽ പോരാ. ദൈവദൂതന്റെ ഇടപെടൽ, ദൈവം അയച്ചിട്ട് വന്ന ആ നക്ഷത്രത്തിന്റെ അത് കാട്ടിത്തരുന്ന വഴിയിലൂടെ യാത്ര ചെയ്തെങ്കിൽ ഇതിന്റെ പൊരുൾ മനസ്സിലാകൂ. അവരെ വട്ടം കറക്കിയ, അവരെ ചുറ്റിച്ച, അവരെ അത്ഭുതപ്പെടുത്തിയ ആ വെളിച്ചത്തിന്റെ പ്രഭാവലികത്തിൽ അവരിങ്ങനെ നടന്നു വരിക. ചിലരുടെ ധാരണ അന്ന് രാത്രി തന്നെ വന്ന് യേശുവിനെ കണ്ടെന്ന ഒന്നുമല്ല. അത് ഞാൻ അല്പം കഴിഞ്ഞ് വ്യക്തമാക്കാം. യാത്ര പുരോഗമിക്കും. നക്ഷത്രം വഴികാട്ടി അങ്ങോട്ട് ചെന്ന് അല്പദൂരം കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലൊരു മാഗി, ഒരു വിദ്വാൻ പറഞ്ഞു, നമ്മളിപ്പോൾ ഒരു ഹൈവേയിലെത്തിയിരിക്കുക. പാലസിന്റെ ബോർഡ് കാണുമോ? രാജാവ് എന്ന് പറയുമ്പോൾ കൊട്ടാരത്തിലായിരിക്കുമല്ലോ ജനിച്ചത്. അത് നമുക്ക് ഇങ്ങോട്ട് കയറാം. പലരും ചോദിച്ചു, അത് ശരിയാ. അതുവരെ നക്ഷത്രത്തെ നോക്കി യാത്ര തുടങ്ങിയവൻ കൊട്ടാരത്തിന്റെ ബോർഡ് കണ്ടപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു, അങ്ങോട്ട് വരും. വിദ്വാൻമാർക്കിടയിൽ ചില വിദ്വാൻമാരുണ്ട്, അവരിങ്ങനെ വഴി തിരിച്ചു വിടും, നമ്മളെ വഴി മാറ്റി വിടും. പിന്നെ വഴി മാറ്റി വിടുന്നത് ചിലപ്പോൾ വലിയൊരു സന്തോഷമാണ്. നേരെ വന്നവൻ്റെ വഴി ഗതി തിരിച്ചു വിടുക. ഞങ്ങൾ ഇയാളെല്ലാം പുലികളൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം വന്നിങ്ങനെ കൈ കിട്ടി വളർന്നാലത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സുഹൃത്തിൻ്റെ കെട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നാണ്. അവരുടെ കെട്ട് പൊട്ടിച്ച് ഞങ്ങൾ വിട്ടെ. അങ്ങനെ വന്ന് വെട്ടിട്ടില്ല. ദൈവജനങ്ങൾ കൊണ്ടുവരും, ഇവിടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തും. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. പോയാൽ നമ്മുടെ വിഷയം തീരാതെ ഉള്ളതാ കാര്യം. ചില പുള്ളികളുണ്ടവൻ സുഹൃത്തിൻ്റെ കെട്ട് പൊട്ടിക്കും, സ്വന്തം കെട്ട് പൊട്ടത്തില്ല. മനസ്സിലാകുന്നോ? ഇതുപോലെയാ ഇവർ ഇവിടെ വരെ വന്നു, എന്നിട്ട് നേരെ ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് കയറി തിരക്കിട്ട് പോകാം. നമ്മുടെ കൂടെ ഒക്കെ ചിലർ ഈ യോഗത്തിന് വന്നിട്ട് നിങ്ങളങ്ങോട്ട് പൊക്കോ, ഞാൻ പുറകെ വന്നേക്കാം. കൊച്ചുണ്ടി പോയിക്കാണ് അച്ഛനീ മാറുന്നത്. പക്ഷെ നക്ഷത്രം കണ്ട് പൊക്കോണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇച്ചിരി അങ്ങോട്ട് പൊക്കോളാം. യോഗം തീരുന്നതിന് മുമ്പ് എഴുതിച്ചാലും നിങ്ങളൊരൽപ്പം മുമ്പ് യോഗത്തിൽ നിന്ന് പോകുന്നതിന് കുഴപ്പമില്ല. ഞാനൊരു 9 മണിയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങനല്ലേ? അതെ, അവിടെ പ്രവൃത്തി അവസാനിപ്പിക്കും. അല്പം മുമ്പ് വണ്ടിക്ക് പോകണമെന്നുള്ളവർ പൊക്കോണം. പക്ഷെ യോഗത്തിന് പോകുന്ന ആളുകൾ ചിലർ ഈ യോഗം കഴിഞ്ഞ് പോകുന്ന കണ്ടാൽ ഈ കാള വിരണ്ടിട്ട് പാത്രക്കടയിൽ ഓടിക്കേറി ഇറങ്ങിയാൽ അങ്ങനെ ഇരിക്കും. കുപ്പി ഗ്ലാസ്സൊക്കെ ഇരിക്കുന്നിടത്തോട്ട് കാള ഓടിക്കേറിയിട്ട് തിരിച്ചിറങ്ങി അങ്ങനെ ഇരിക്കും. ഇങ്ങനെ പോകരുത്, ശാന്തമായിട്ട് പൊക്കോണം.
മനസ്സിലാവില്ല. പറയാം. ഒരുവനിൽ പരിശുദ്ധാത്മാവ് വരുന്നത് സകലരും അറിയും. പരിശുദ്ധാത്മാവനെ വിട്ടുപോയ കാര്യം ആരും അറിയത്തില്ല. ഞാൻ പോലും കെട്ടുപിടിച്ചുകൊണ്ട് നടക്കും, അത് വേറെ കാര്യം. പിശാച് നേരെ തിരിച്ച ഒരുവരുടെയും ശരീരത്തിൽ പിശാച് വന്ന് കയറുന്നത് നമ്മളൊന്നും നോക്കിയാൽ കണ്ടാൽ മനസ്സിലാക്കില്ല. വളരെ ശാന്തമാണ്. പക്ഷെ പിശാച് പോകുന്നത് നമുക്കറിയാം. എല്ലാവരും വളം വെച്ചിട്ട് വിട്ടുപോകുന്നേന്ന് പറഞ്ഞാൽ പോകുന്ന ആ അലർച്ച കേട്ട നമുക്കായിട്ട് സങ്കടം വരും. ഇങ്ങനെയാണ് പറയാൻ. അതുകൊണ്ട് ആരെങ്കിലും യോഗം വിട്ടുപോകുന്നെങ്കിൽ വിട്ടുപോകുന്നേന്ന് പറഞ്ഞ് പോകുന്നത് ശാന്തമായിട്ട് പൊക്കോണം. കേട്ടല്ലോ. നമുക്ക് വചനത്തിലേക്ക് വരാം. അവർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കയറി. ഹെരോദാവ് ഇരിക്കുക, വിദ്വാന്മാരിക്കുന്നുണ്ട്. ഹെരോദാവെല്ലാം കേട്ടു. നിങ്ങളുടെ സന്തോഷമാണെങ്കിൽ നമുക്ക് ഈ ഹെരോദാവിനെ കുറിച്ച് കൂടി ഒരു 2-3 മിനിറ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. താല്പര്യമാണോ? ശ്രദ്ധിക്കും. ബഹുമാന്യരെ, ആരാണ് ഈ ഹെരോദ? വിശാലമായ റോമൻ സാമ്രാജ്യം. അതിന് 5000 മൈല നീളം, 4000 മൈല വീതി. ഇതെല്ലാം കൂടി ഒരുത്തൻ ഭരിക്കുക എളുപ്പമല്ല. അതുകൊണ്ട് ഇതിലൊരു ചക്രവർത്തിയുണ്ട്, സ്ഥാനപ്പേര് കൈസർ. അയാളുടെ കീഴിൽ ആയിരക്കണക്കിന് ചെറുകിട രാജ്യങ്ങൾ, അവരെല്ലാം ഭരിക്കുന്ന ആളുകളെ നാട്ടുരാജാക്കന്മാർ എന്ന് വിളിക്കും. ലോക്കൽ രാജാക്കന്മാരാ. ചെറിയൊരു പ്രവിശ്യ, ചിലപ്പോൾ 50 കിലോമീറ്റർ ചുറ്റളവേ ഒരു രാജാവിന് കാണും. അത്തരത്തിൽ ഒരു രാജാവിൻ്റെ പേരാണ് എന്താ? ഹെരോദ. കേൾക്കുന്നുണ്ടോ? ഹെരോദ ഒരു നാട്ടുരാജാവ്. അദ്ദേഹം ഭരിക്കുന്ന നാടിൻ്റെ ആ സ്ഥലം നമുക്കറിയാമല്ലോ. ഇസ്രയേൽ എന്ന് പിന്നെ നമ്മൾ അറിയപ്പെട്ട സിറിയയും ഫലസ്തീനും ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഭൂപ്രദേശം. ഒരു 120 മൈൽ, ഒരു ചെറിയ രാജ്യം. അദ്ദേഹത്തിൻ്റെ മീതെ ഒരു കൈസർ. മനസ്സിലായോ? ഈ കൈസറും ഹെരോദാവും തമ്മിൽ നമ്മുടെ എന്ന് പറയേണ്ട മൊത്തത്തിൽ നമ്മുടെ എല്ലാ സഭകളുടെയും പ്രസിഡന്റും സെൻട്രൽ പാഷും പോലുള്ള വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ സെൻട്രൽ പാഷന്മാർക്ക് അധികം അധികാരമുണ്ട് ഈ നാട്ടുരാജാവിനേക്കാൾ. കാരണം നമ്മളവിടെയൊക്കെ എഴുമറ്റൂർ കൊണ്ടൊരു രാജ്യമായിരുന്നല്ലേ. അതിൽ എത്ര പേര് എഴുമറ്റൂരിലെ രാജാവാന്ന് പറഞ്ഞാലും വലുതാ റാന്നിയിലെ സെൻട്രൽ ഭാഷ എന്ന് പറഞ്ഞു. മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ വലിയ ആഗ്രഹം നമുക്കെല്ലാം ഈ സെൻട്രൽ ഭാഷ ആകണമെന്നൊരു ആഗ്രഹം. കാരണം എന്താ? നാട്ടുരാജാവിനേക്കാൾ വലിയ ഒരു പദവിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ ഹെരോദ ആരല്ല എന്ന് ഞാൻ പറയാം. അയാളത് റോമക്കാരനല്ല. കൈസറുടെ സ്വന്തം ആളല്ല. അയാൾ യഹൂദനും അല്ല. യഹൂദ ഭൂരിപക്ഷമുള്ള മേഖലയെ അടക്കി ഭരിക്കുന്ന ഹെരോഡിയൻസ്, അതിൽ രാജകുടുംബത്തിന്റെ പേരാ ഹെരോദാക്കന്മാർ. ഹെരോദ് ഫിലിപ്പ് ഹെരോദ് എന്നൊരുത്തനുണ്ട്, ഹെരോദ് അഗ്രിപ്പ എന്നൊരുത്തനുണ്ട്. അടുത്ത കാലത്ത് ഞാൻ ഇങ്ങനെ പഠിച്ചപ്പോഴാണ് ഒരു ഹെരോദാവിൻ്റെ പേര് മറിയാമേന. ഹെരോദ് മറിയാമേ, അങ്ങനെ മൊത്തം പേര്. ഇങ്ങനെ ഒത്തിരി ഹെരോദാക്കന്മാരുണ്ട്. ഇതാരല്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ജൂയിഷ് സ്റ്റോക്കല്ല, റോമൻ സ്റ്റോക്കുമല്ല. ആളാര് അത് പഠിക്കണം. എങ്കിലേ ഈ പ്രവചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ പറ്റൂ. ശ്രദ്ധിക്കണം. ഇയാളെ നമ്മുടെ ഏശാവിൻ്റെ കൊച്ചുമകനാണ്. ഏശാവിൻ്റെ ഓർമ്മയുണ്ടല്ലോ, ഇവിടെ ചുവന്ന പായസം. മനസ്സിലായില്ലേ? അയാളെ മകൻ്റെ തലമുറയിലെ കൊച്ചുമക്കളെ വിളിച്ച പേര് ഏദോമ്യർ. ഏദോമ്യരായിരുന്നു. പുതിമത്തിൽ ഇദുമ്യയ്ക്കു ചേർന്ന പ്രദേശങ്ങൾ, ഇദുമിയായുടെ പ്രദേശങ്ങൾ. ഇദൂമിയ, ഏദോം. ഏശാവിൻ്റെ മറ്റൊരു പേരും ഏദോം എന്നായിരുന്നു, ചുവന്നവൻ. ഏശാവിൻ്റെ കൊച്ചുമക്കളായിരുന്നു ഹെരോദാവും മറ്റും.
യാക്കോബിന്റെ കൊച്ചുമക്കളായ ഇസ്രായേൽ മക്കളെ ഭരിക്കുന്നു. അതിലും മീതി റോമാക്കാരൻ മൊത്തമുള്ള കൺട്രോൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. കാര്യം മനസ്സിലായോ? ഇതിൽ അപകടം പറഞ്ഞെങ്കിൽ ഇവർ ഈ കയറിയതിന്റെ പ്രശ്നം മനസ്സിലാവും. ശ്രദ്ധിച്ച്. പണ്ടുകൊണ്ട് ദൈവപുരുഷനായ ഇസഹാക്കിന്റെ അരികിലേക്ക് രോമവസ്ത്രം ധരിച്ച ആ യാക്കോബ് ശബ്ദം മാറ്റി പറഞ്ഞുകൊണ്ട് അപ്പന്റെ മക്കൾ അനുഗ്രഹം അടിച്ചു മാറ്റി. അപ്പൻ തിരിച്ചറിഞ്ഞു. അല്പം കഴിഞ്ഞ് നമ്മൾ കണ്ടു ആ സ്ഥലത്തേക്ക് ഏശാവ് വന്നു. അപ്പാ എന്നെയും അനുഗ്രഹിക്കണേ. അവനിങ്ങനെ അലമുറ കൂട്ടിയപ്പോൾ അവനോട് പറഞ്ഞു, നീ നിന്റെ സഹോദരനെ സേവിക്കും, നീ അവനെ കീഴടങ്ങിപ്പോകും, നീ അവനെ ഊഴിയത്തിന് വേല ചെയ്യും, നീ അവന് വിധേയനാകും, നീ അവനെ അനുസരിച്ചു പോകും. ഇതാ പറഞ്ഞു. അപ്പുറത്തു കേട്ട യാക്കോബിന് കൊടുത്ത വാഗ്ദത്തം, നീ നിന്റെ സഹോദരനെ ഭരിക്കും, നീയാകും കരുത്തൻ, നീയാകും ഭരണാധികാരി, അനുഗ്രഹം നിന്റെ വിധയാ. ഏശാവിനോട് പറഞ്ഞു, മകനെ, ഇനി നിനക്കവനെ അനുസരിച്ച് അവന് വിധേയപ്പെട്ടു പോവുകയേ നിവൃത്തിയുള്ളൂ. ഇങ്ങനെയാണോ നിങ്ങൾ പഠിച്ചത്? ഞാനിങ്ങനെ പഠിച്ചത് ശരിയല്ലേ? യാക്കോബിനെ അനുഗ്രഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചു. പക്ഷെ ഇപ്പൊ സംഭവിച്ച കേൾക്കണം. യാക്കോബിന്റെ കൊച്ചുമക്കളെ ഏശാവിന്റെ കൊച്ചുമക്കൾ ഇതാ ഭരിക്കുന്നു. പറഞ്ഞെന്റെ തിരിച്ചു. ഇത് മനസ്സിലായില്ല. ഹെരോദാക്കന്മാർ ഇസ്രായേൽ മക്കളെ ഭരിച്ചെങ്കിൽ അവർ ഏശാവിന്റെ കൊച്ചുമക്കളെങ്കിൽ ഇസഹാക്ക് കൊണ്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച അനുഗ്രഹമിതാ കടകവിപരീതം തലതിരിഞ്ഞിട്ട് ഭരിക്കുമെന്ന് പറഞ്ഞവൻ അടിമയായി, അടിമയാകേണ്ടവൻ ഭരിക്കുന്നു. ആ ഇരുട്ടിന്റെ ചങ്ങലക്കെട്ടിൽ അങ്ങനെ വീർപ്പുമുട്ടി അവർ തിരികെ പോകുമ്പോൾ ഒരു കാര്യം ഒത്തുകൊള്ളണം. ചിലപ്പോഴൊക്കെ വാഗ്ദത്തമുണ്ടെങ്കിലും ആ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാനാവാത്ത ഒരു ഇരുട്ടിന്റെ വ്യാപാരം നമ്മുടെ വാഗ്ദത്തങ്ങളിൽ നിന്ന് വഴിതടയുമ്പോൾ ഞാനും നീയും പ്രതീക്ഷിച്ച വിധത്തിലാകയില്ല. കാര്യങ്ങളുടെ പോക്ക് അനുഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വാഗ്ദത്തമില്ലാഞ്ഞിട്ടല്ല. അപ്പനനുഗ്രഹിച്ച അനുഗ്രഹം സവിശേഷമായി യാക്കോബിന്റെ വീടുണ്ടെങ്കിലും ഇത് തലമുറകളേറെ പിന്നിട്ടപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഭരിക്കേണ്ടവൻ അടിമയായിരിക്കുന്നു, അടിമയാകേണ്ടവൻ ഇതാ ഭരിക്കുന്നു. എന്തൊരു വിധിയുടെ വിപരീത പ്രവൃത്തി! മനസ്സിലായോ? പക്ഷെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ അവസ്ഥയെ തകർക്കാൻ ഒരു ദൈവീക ഇടപെടൽ നടക്കുമെന്നൊരു പ്രവാചകൻ പ്രവചിച്ചു. ആ ഭാഗം നമുക്കൊന്ന് വായിച്ച് ഗ്രഹിച്ചു പോകാം. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചട്ടെ. സംഖ്യ 24 അതിന്റെ 17 മുതൽ വായിക്കാം. ഞാൻ അവനെ കാണും, ഇപ്പോഴല്ല കാണും. അതിപ്പോഴല്ല, പിന്നെ ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ല താനും. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. അത് മോവാബിന്റെ പാർശ്വങ്ങളെയെല്ലാം തകർക്കുകയും തുമലപുത്രന്മാരെ ഒക്കെ സംഹരിക്കുകയും ചെയ്യും. പിന്നെ ഏദോം ഒരു അധീനദേശമാകും. ഏദോം എന്ന ഏശാവ് യാക്കോബിലെ നക്ഷത്രം ഉദിക്കുമ്പോൾ ഒരധീന ദേശമായി തകർന്ന് നീ അവന് കീഴടങ്ങുമെന്നുള്ള പൗരാണികമായ വാഗ്ദത്തം അവന് തിരിച്ചു കിട്ടും. അന്ന് നിന്റെ ചെങ്കോൽ തകർത്തുകൊണ്ട് തുലപുത്രന്മാരെയൊക്കെ സംഭരിച്ചുകൊണ്ട് ഏദോമിനെ തകർത്തുകൊണ്ട് ഹെരോദാക്കന്മാരുടെ ആ കുരുട്ടുബുദ്ധിയെ തകർത്തുകൊണ്ട് അവിടെ നടമാടിയ തിന്മകളെ തകർത്തുകൊണ്ട് യോഹന്നാനെ പോലെയുള്ളവരുടെ ശിരസ് ജനിച്ചു കളഞ്ഞ തിന്മയ്ക്കെതിരെ ഒരു നക്ഷത്രം ഉദിക്കും. ഉദിക്കപ്പെട്ട ആ നക്ഷത്രം ക്രിസ്തുവാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രവചനം മുന്നേറുമ്പോൾ ഇതാ നശിപ്പിക്കാൻ, അവരെ തകർക്കാൻ ഒരു നക്ഷത്രം ഉദിക്കുമെന്നുള്ള വസ്തുത ആർക്കറിയാം? ഹെരോദാവിനറിയാം, യഹൂദനും അറിയാം. തങ്ങളെ തകർക്കാനിരിക്കുന്ന നക്ഷത്രം എന്ന മശിഹ
ജനിക്കുന്ന ഇടമെവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വഴിതെറ്റിയ വിദ്വാൻമാർ കടന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായോ? ശത്രുവിന്റെ കോട്ട. ബോർഡ് വായിച്ചു പോകുന്നവൻ അപകടം ഉണ്ടാക്കുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം. ആത്മനടത്തിപ്പിനും ദൈവനിയോഗത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ തലമുറകൾ തയ്യാറായെങ്കിലേ വരാനിരിക്കുന്നൊരു കാലത്ത് നമുക്ക് എന്തെങ്കിലും ദൈവത്തിനായി പ്രവർത്തിക്കാൻ സാധിക്കൂ എന്ന ആ വകതിരിവും പരിജ്ഞാനവും ഇന്ന് രാത്രി വചനം കേൾക്കുന്ന സകല ദൈവവൈദ്യങ്ങൾക്ക് ഉണ്ടാകട്ടെ. ആത്മനടത്തിപ്പ് നഷ്ടപ്പെടുന്ന പാട്ടുകൾ, ആത്മനടത്തിപ്പ് നഷ്ടപ്പെടുന്ന ചിന്തകൾ, ആത്മനടത്തിപ്പ് നഷ്ടപ്പെടുന്ന പ്രസംഗങ്ങൾ, ചിന്തകൾ ഒന്നുമല്ല നമുക്ക് ആവശ്യം. ദൈവശുദ്ധാത്മാവിന്റെ പരിജ്ഞാനത്തിൽ ഇതാ മുൻപടയായി കടന്നു പോകുന്ന ആ നക്ഷത്രത്തിന്റെ വഴികാട്ടൽ നിരാകരിച്ച് വഴിതെറ്റിയവർ ഓടിക്കയറിയ സ്ഥലം നിങ്ങൾക്ക് പിടികിട്ടി. എവിടെയാ? ഹേരോദാവിന്റെ കൊട്ടാരം. ഹേരോദാവ് തീരുമാനിച്ചു, യാക്കോബിൽ ഉദിക്കുന്ന നക്ഷത്രം ഉദയം ചെയ്തെങ്കിൽ എന്റെ പാർശ്വത്തെ തകർത്ത്, അധികാരത്തെ തകർത്ത്, പിറവികൊള്ളുന്ന കുഞ്ഞുങ്ങൾ പോലും അടിമകളായി ഭവിക്കത്തക്ക വിധം ഞങ്ങൾ ഇതുവരെ ഞെരുക്കി വെച്ച് പിടിച്ചെടുത്ത സകലതും ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെട്ടു കൂടാ. അതുകൊണ്ട് പറഞ്ഞ് പോയി അന്വേഷിക്ക്, ആ കുട്ടിയാരാ, എവിടാ ജനിച്ച്. ഹെരോദാവ് പ്രവാചകന്മാരെ വരുത്തി, വ്യാഖ്യാനികളെ വരുത്തിയിട്ട് ചോദിച്ചു, എവിടെ ജനിക്കും അവൻ, പറയൂ. സ്ഥലം പറഞ്ഞു കൊടുത്തു. കാര്യം കേട്ടിട്ട് വിദ്വാൻമാർ പുറത്തിറങ്ങി യാത്രയായപ്പോൾ വീണ്ടും നക്ഷത്രം അവരെ എത്തിക്കേണ്ട ഇടത്തെത്തിച്ചു. അവരെ നമസ്കരിച്ചു. പല്ലും ധരിച്ചു പോലെ രാത്രി തന്നെ എന്ന് കണ്ടെന്നല്ല. ശരിക്കും ഭാഗം വായിച്ചാൽ മനസ്സിലാകും. ശിശു ഇരിക്കുന്ന ഇടത്തു ചെന്ന് അവർ അവനെ കണ്ടു നമസ്കരിച്ചു. ഞാനടുത്തൊന്ന് മലയാളത്തിൽ അങ്ങനെ ഉള്ളൂ, ആശയം വന്നായിരിക്കണം. പക്ഷെ മൂലഭാഷയൊക്കെ ഇത് പരിശോധിച്ച് നോക്കിയപ്പോൾ കിടക്കുക ശിശു ഇരിക്കുന്ന ഇടത്തിൽ എന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ കൊച്ചിന് പ്രായമായി, ഇരിക്കാൻ പ്രായമായി. അത്രയും നടന്നാണ് ചെന്ന്. പോയ വഴി തിരിച്ചു പോകരുത്, ഇൻഫർമേഷൻ കൊടുക്കുകയും വരുത്, വേറെ വഴി പോകാൻ ആത്മാവ് വഴികാട്ടിയായി വീണ്ടും അവരുടെ മുമ്പിൽ പോയി. അതുപോട്ടെ, ആ സംഭവങ്ങളെല്ലാം പോട്ടെ. ഹെരോദാവ് ഉത്തരവിട്ടു, പിഞ്ചോമനകളെ മുഴുവൻ വധിക്കണം, പിഞ്ചോമനകളെ തലയെടുക്കണം, അൻപൈതങ്ങളുടെ. നമുക്ക് വഴി തെറ്റിയ എത്ര കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് നഷ്ടമായി നോക്കെ. ഈ ഓരോ വായിച്ച് തിരിഞ്ഞു കിടന്നവന്റെ ആ യാത്ര എത്ര വഴികളാ അടച്ചതെന്ന് നോക്ക്. അവൻ നശിപ്പിച്ചു, അവൻ ലക്ഷ്യങ്ങളെ മുഴുവൻ തകർത്തു. അവൻ പോകേണ്ട വഴി പോകാതിരുന്നപ്പോൾ നിരവധി കുഞ്ഞുങ്ങൾക്ക് മരണം. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ തലയെറുത്ത് മാറ്റുമ്പോൾ ഹെരോദാവ് അറിഞ്ഞില്ല. അവന്റെ വാളിന് തകർക്കാനാവാത്ത, അവന്റെ നിയമങ്ങൾക്കൊന്നും കൂച്ചുവിലങ്ങിടാൻ കഴിയാത്ത, അവനെ പിടിച്ചൊതുക്കാൻ കഴിയാത്ത, ഉലകത്തെ ഭരിക്കുന്ന അജയ്യനായ ഒരു ചക്രവർത്തി, എക്കാലഘട്ടത്തെയും ചക്രവർത്തി, ഒരു രാജാവ് നീതിയോടെ വാഴും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യതയുടെ പിതാവ്, സമാധാന പ്രഭു, അവൻ പിറക്കേണ്ട ഇടത്ത് പിറന്നു. അത് പുൽക്കൂട്ടിലൊന്നുമല്ല. ക്രിസ്മസിന് നമ്മൾ കേട്ട് നമ്മുടെ മനസ്സിലിരിക്കുക ഇത് പുൽക്കൂടാണ്. ക്രിസ്മസ് പിള്ളേരെ സംബന്ധിച്ചോളം അവർ 2 പശു 3 പുല്ലും ഉണ്ടെങ്കിൽ ഒരു പാട്ടുണ്ട്, ഒരു സീസണിൽ. അതിനുള്ള കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾ കുഴപ്പമില്ല. എല്ലാവരും ധരിപ്പിച്ച് വെച്ചിരിക്കുക, യേശുവിടെ ജനിച്ച് പുൽക്കൂട്ടി. അല്ലല്ല, അങ്ങനൊരു സംഭവമില്ല. എന്നാൽ ഉപദേശിച്ച് പറ, യേശുവിടെ ജനിച്ച് എനിക്കില്ല, കാരണം ബൈബിളിലില്ല. യേശുവിടെ പിറന്നൊന്നില്ല. വഴിയമ്പലത്തിൽ ഇടമില്ലായികയാൽ അവനെ പുൽക്കുട്ടി കിടത്തി. അപ്പോൾ ഡെലിവറി എവിടെയോ വെച്ച് കഴിഞ്ഞു. ഇന്ന് ഇസ്രയേൽ സന്ദർശിക്കുന്ന ആളുകൾക്ക് യേശു ജനിച്ച ഇടം എന്ന് പറഞ്ഞൊരു സ്ഥലം ചൂണ്ടിക്കാണിക്കും. അവിടെ നക്ഷത്രം പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വിശദീകരിക്കരുതേ, കേട്ടുവരാം.
ഇസ്രയേലിൽ നടക്കുന്ന പല സംഭവങ്ങളും കെട്ടുകഥ. ആ കെട്ടുകഥയ്ക്കകത്തൊരു കെട്ടുകഥയുണ്ട്, അത് ഞാൻ പറയാം. അവിടെ ചർച്ചുണ്ട്, ഗ്രോട്ടോ ചർച്ച്. എന്താ ഗ്രോട്ടോ ചർച്ച് എന്നറിയണ്ടേ? ശിശുവായ യേശുവിനെ മറിയ പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ശ്വാസം മുട്ടി കണ്ണൊക്കെ ഇങ്ങനെ തുറച്ചിട്ട് വന്നു. എന്നിട്ട് വോമിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞല്ല, അവർ പള്ളിയിലെ സംഭവിപ്പുണ്ട്. കുടിച്ച പാലെല്ലാം അങ്ങോട്ട് ഛർദ്ദിച്ചു. പേടിക്കണ്ട, ഛർദ്ദിച്ചത് യേശു ആയതുകൊണ്ട് അത് വിശുദ്ധമാണ്. അവർ കഴിച്ച് അതിങ്ങനെ കിടക്കാണ്. ഇപ്പോഴും കിടപ്പുന്ന ഇത് വെറുതെ കളഞ്ഞില്ല, വിശുദ്ധ ഛർദ്ദിയല്ലേ കളയാൻ പറ്റുമോ? ഇത് ചരണ്ടി കുപ്പിയിലാക്കി. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ഓരോ കുപ്പി വീതം വഴിപാടായിട്ട് കിട്ടും. $5. 2000 ആണ്ടായിട്ടും ഇതുവരെ തീർന്നില്ല ഈ ചട്ടിയുടെ ബാക്കി. മനസ്സിലായോ? കേൾക്കണം. $5 എന്തോ മൈദ വിലക്കി കൊടുക്കുന്ന. ഈ മൈദ മേടിക്കുന്ന ആളുകൾ $5 കൊണ്ട് ക്യൂ നിൽക്കുക. എന്തൊരു പ്രശ്നം! ചുരുക്കത്തിൽ അന്ധവിശ്വാസങ്ങളുടെ കൂടാണ് ഈ സ്ഥലങ്ങളെല്ലാം. ഞാനത് ഒത്തിരി വിശദീകരിക്കാൻ നേരമില്ല. ആ യേശു ജനിച്ചത് എവിടെ എന്ന് വ്യക്തമല്ല, അവനെ കിടത്തിയത് മുൻകൂട്ടി. ക്രിസ്മസ് ഭാരതരെ കുറിച്ചൊന്നും ഞാൻ മോശം പറയല്ലേ. ആ കുഞ്ഞുങ്ങളൊക്കെ പാടി വന്നാൽ എന്തെങ്കിലും കൊടുത്തു വിട്ടേക്കണം, അത് തെറ്റൊന്നുമല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ക്ലബുകാരും ഒക്കെ വരുന്ന നാളെ കാണേണ്ട കുട്ടികളല്ലേ. പക്ഷേ അത് തെറ്റ് തിരുത്തേണ്ട ഒരു ആവശ്യത ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചേ. ഇതിലൊരു അടുത്ത പ്രശ്നം കൂടി പറയാം. നമ്മുടെ കർത്താവ് പിറവികൊണ്ട് ചില നാളുകൾ കഴിഞ്ഞിട്ട് ദമ്പതികൾ കുറുമ്പ്രാവിനെ യാഗമർപ്പിക്കാൻ കടന്നുപോയി. ആലയത്തിൽ കുറുമ്പ്രാവും വഴിപാട് സാമഗ്രികളും യേശുവിനെ എടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ ആ വഴിയോരത്തൊരപ്പച്ചൻ ആലയത്തോട് ചേർന്നു. കണ്ണിൻ്റെ പുരികം പോലും നിറച്ച്, പഞ്ഞിപോലെ പൊട്ടിക്കരി നിറച്ച്, ശാന്തസുന്ദരനായ തേജോരൂപിയായ ഒരു വയോവൃദ്ധൻ അടുത്തേക്ക് ചെന്നു. തൻ്റെ അരികിലൂടെ കടന്നു പോകുന്ന യോസേഫ് മറിയ ദമ്പതികളെ ആ വഴിയിൽ തടഞ്ഞിട്ട് ആ വരണ്ട കൈകൾ, ആ വിറയാർന്ന കൈകൾ ഇങ്ങനെ അങ്ങോട്ട് നീട്ടി യേശുവിനെ കയ്യിലേക്കെടുത്തു. ഞങ്ങളോട് ഇല്ലാത്ത അത്ഭുതം. നമ്മളിതൊക്കെ എടുക്കുന്നതല്ലേ, നമ്മളും വീട്ടിലെടുത്ത്. അതിപ്പോൾ ഷിമിയോൻ എന്നാ പേര് ഈ അപ്പച്ചൻ്റെ. ഷിമിയോൻ്റെ എൻ്റെ ക്വാളിറ്റിയാണോ? ഷിമിയോൻ കുഞ്ഞിനെ എടുത്തു, അതാണോ ഉപദേശി പറയുന്നത്? പറയാം. നമ്മളൊക്കെ ഈ കുഞ്ഞിനെ എടുത്തിട്ട് എന്തായിരിക്കും ചെയ്യുന്നറിയോ? അത് ആണുങ്ങൾ നോക്കി അത്ര വിജയിക്കുകയില്ല. കാരണം ഞാൻ എൻ്റെ ഒരു മോളെ താരാട്ട് പാടാൻ നോക്കിയിട്ട് പറ്റാതെ പരാജയപ്പെട്ടു. നമ്മൾ നോക്കിയിട്ട് ഈ താരാട്ട് പോലും ആകുന്നില്ല. ഓമനത്തിങ്ങൾക്കിടാവോ എന്നൊക്കെ എനിക്കറിയാം, പാട്ടറിയാം. പക്ഷെ കൊച്ചത് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അത് സ്ത്രീകൾ പാടിയതിനൊക്കെ. ഈ സ്ത്രീകൾക്ക് പറ്റിയ ചില ജോലികളുണ്ട്. ഒന്ന് ഹിന്ദി പഠിപ്പിക്കുക. ഒരു ടോൺ ആ ഒരു രൂപത്തിലാണ് ദൈവം തന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു ജോലിയ ഈ താരാട്ട് പാടി ഉറക്കുക. ഞാൻ സ്ത്രീകളെ ചെറുതായിട്ട് കണ്ടല്ല, ഞാൻ നിങ്ങളെ അന്വേഷിച്ചെന്നെ പറയും. പറഞ്ഞുള്ളപ്പോഴൊരു ഒരു കാര്യം വിഷയം വിട്ടു പോയല്ല. ഞാൻ അടുത്ത കാലത്ത് ഈ നവോത്ഥാന സദസ്സിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടി. സർക്കാരിൻ്റെ മന്ത്രിമാരിൽ MLA ഒക്കെ ഉണ്ട്. അവിടുത്തെ വിഷയമാണ് ഈ സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ട ചില തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് അവരെ പ്രവേശിപ്പിക്കാമോ ഇല്ലയോ. ഞാൻ ഈ അന്യമതസ്ഥരുടെ സ്വകാര്യതകളിൽ ഇടപെടുന്ന ഒരാളല്ല. സംവാദത്തിന് പോവും, അത് അവർ പറഞ്ഞെങ്കിലും ഉള്ളല്ല, നമ്മൾ മുൻനിർത്തല്ല. അപ്പോൾ ഞാനതിന് അവരെ കുറിച്ച് മോശം പറയും. ഇതൊക്കെ അവരുടെ സ്വകാര്യത. അത് ഞാനതൊന്നും പറഞ്ഞില്ല. പറയാതെ നമ്മൾ സ്ത്രീകളെ പരിഗണിക്കുന്ന രീതിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക.
10 മിനിറ്റ് കഴിഞ്ഞു, എൻ്റെ സമയം തീർന്നു. നമ്മളങ്ങനെ സ്ത്രീകളെ കാണും, ദേവയെക്കുറിച്ച്, ദബോരയെക്കുറിച്ച്, രൂത്തിനെ കുറിച്ചൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനിരുന്നു. അധ്യക്ഷനൊരു കുറിപ്പ് തന്നോ, നിങ്ങൾ ഇതുവരെ ഈ വിഷയം മാത്രം പറഞ്ഞില്ല. സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അവരെ പ്രവേശിപ്പിക്കുന്നത് ശരിയോ തെറ്റോ അത് പറഞ്ഞിട്ടിരുന്നാൽ മതി. ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു പറയാം, ചിലപ്പോൾ ഇവിടെ പറഞ്ഞേക്കാം, വിഷമിക്കണ്ട, തുറന്നു പറയാ. ശ്രദ്ധിക്കും എൻ്റെ പൊന്നു സഹോദരിമാരെ, നിങ്ങളെങ്ങനെ എവിടെയെങ്കിലും പ്രവേശിക്കരുതെന്ന് ഏതെങ്കിലും വിശ്വാസ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ഒരു നിർദ്ദേശമുണ്ടെങ്കിൽ അങ്ങോട്ട് പ്രവേശിക്കരുത്, പോരുത്. ആരും പോകരുത്. നിങ്ങൾ ഇങ്ങോട്ട് പോരുത്, നിങ്ങൾ ഇങ്ങോട്ട് വന്നു. എൻ്റെ കാരണം പറയാം. 18 വയസ്സുള്ള പെൺകൊച്ചിലെ തലേ പൗഡർ വിട്ട് ചുമ്മാ അടികൂടാൻ പോവാ. എന്തെല്ലാം പുകയില്ല, എന്തെല്ലാം പ്രക്ഷോഭം, ഇതിൻ്റെ ആവശ്യമുണ്ടോ? എണ്ണേ ഇതൊന്നും വേണ്ട. നിങ്ങൾ ഞങ്ങളുടെ മനുഷ്യമായി നോക്ക്, വയസ്സ് 90 ആയാലും മുടി കറപ്പിച്ച് വരിക. ഇന്നുകൂടെ വിട്ടുകൊടുക്കുകയാണ് നമ്മൾ. ഇന്നുകൂടെ മനസ്സിലായോ? നമ്മളങ്ങനെ സ്ത്രീകളെ കാണും. അതിന് കാരണങ്ങളുണ്ട്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുമെന്ന് കർത്താവിന് മുൻകൂട്ടി അറിയാം. അത് കർത്താവ് ഇതിനെല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് മറുപടി പറഞ്ഞു. രക്തസ്രവക്കാരിയായ ഒരു സ്ത്രീ യേശുവിനെ ആൾത്തിരക്കിനിടയിൽ ഒന്ന് തൊട്ടു. എന്നാൽ രക്തസ്രവക്കാരി തൊടുമ്പോൾ യേശുവിൻ്റെ വിശുദ്ധിയുടെ ഫ്യൂസ് അടിച്ചൊന്നും പോയില്ല, ഇല്ലെന്ന്. അങ്ങനെയാണ് എങ്ങനെ ഇരുന്നേനെ. യേശു പോകുന്നു, ശിഷ്യന്മാരിങ്ങനെ പോകുന്ന വഴിക്ക് ഈ മഗ്ദലന മറിയം പതുക്കെ ഇങ്ങനെ അങ്ങോട്ട് തുടർന്നു. കരണ്ട് പോലെ ഏതോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് പത്രോസേ തീർന്നല്ലോടാ, ആരാണ്ട് പണിയിപ്പിച്ചെന്താ കാര്യം? ഒരു വിധത്തിൽ ഞാൻ താങ്ങി പിടിച്ചോണ്ട് വന്ന വിശുദ്ധി. ഇനി ഇത് റീചാർജ് ചെയ്തെടുത്തെങ്കിലേ പഴയ ഫോമിലേക്ക് എനിക്ക് വരാൻ പറ്റൂ. എത്ര കൊണ്ടാ ഞാൻ ഇത് റീചാർജ് ചെയ്യുന്നൊന്നും യേശു പറഞ്ഞില്ല. ഇതുപോലെ പറഞ്ഞിട്ടായിരുന്നേ. അങ്ങനെ റീചാർജ് ചെയ്തെടുക്കേണ്ട വിശുദ്ധി അല്ല ഇത്. ഞാനതുകൊണ്ട് കൃത്യത പറയാം. ഏത് രക്തസ്രവക്കാരിക്കും കുഷ്ഠരോഗിക്കും മാരക രോഗിക്കും യേശുവിൻ്റെ അരികിൽ വരാം. ഇങ്ങനെ അവനെ ആലിംഗനം ചെയ്യാം. അങ്ങനെ അവരെ ആലിംഗനം ചെയ്യുമ്പോൾ കുഷ്ഠരോഗത്തിന് അശുദ്ധിയുണ്ട്, രോഗത്തിന്റെ അണുക്കൾക്ക് അതിന്റെ ശക്തിയുണ്ട്. അതൊക്കെ സത്യമാണെങ്കിലും ഏത് അശുദ്ധനും അവനിലേക്ക് വരുമ്പോൾ അശുദ്ധന്റെ അശുദ്ധി യേശുവിൽ ഒട്ടിപ്പിടിച്ചിട്ട് യേശു അശുദ്ധനാകുകയല്ല, യേശുവിന്റെ വിശുദ്ധിയുടെ ചൈതന്യം അവനിലേക്ക് തിരിച്ചിറങ്ങിയിട്ട് അവൻ ശക്തനായി തിരിച്ചു പോകും. അങ്ങനെ ഞാൻ അരുതിയും വിശ്വാസത്താൽ യേശുവിനെ തൊട്ടത് അപ്പോഴാ എങ്കിൽ നിന്നു ശക്തി പുറപ്പെട്ടു. ആ പുറപ്പെട്ട ശക്തിയാ ഇന്ന് രാത്രി നമ്മെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞു വന്നത് മറിയുടെ യോസഫിന്റെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് വാങ്ങി ശിമയോനപ്പച്ചൻ. നമ്മളാണ് ഈ കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങിയിട്ട് എന്തായിരിക്കും പറയണേ? കുഞ്ഞെ, ചില കൊച്ചു കുഞ്ഞിനെ നിന്നിട്ട് പറയാ കള്ളൻ കിടക്കുന്നു. ഒന്നും അറിയാത്ത കുഞ്ഞിനെ നമ്മൾ വിളിക്കുക എന്താ? കള്ളൻ. കവളെ ഒരു ചൊല്ലിൽ പറയാം കള്ളനെന്ന്. എനിക്ക് മറക്കാനാവാത്ത ഒരു ക്രിസ്മസ് ഉണ്ട്. എൻ്റെ മോൾക്ക് 3.5 വയസ്സ്. ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കാം. ആ ഘട്ടത്തിൽ 3.5 വയസ്സുള്ള കുട്ടി നീ കണ്ട. അപ്പോൾ രണ്ടാമത്തെ ഒരു കുട്ടി ജനിച്ചൊരു മോള്. വൈഫ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഞാൻ ഈ വലിയ കൊച്ചും തന്നെ ആയിപ്പോയി വീട്ടിൽ. മുമ്പ് പറഞ്ഞത് എനിക്കിത് അങ്ങോട്ട് ലാഭിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ മൂളിയാൽ ഈ കവിതയൊക്കെ എനിക്കറിയാം അത്യാവശ്യം. അത് പാടി അങ്ങനെ കൊച്ചുറങ്ങോ. കടമനിട്ടയുടെ കവിത കൊച്ചിനോട് പാടിയിട്ടുണ്ട്. എല്ലാം ഒരു കൊച്ചു 3.5 വയസ്സുള്ള കൊച്ചിനെ പറഞ്ഞു, പപ്പ കൊച്ചിനെ മിണ്ടായിരിക്കുക. അതിങ്ങനെ ഉറങ്ങി. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തി എപ്പോൾ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാനൊരു വിധത്തിൽ ഞാൻ ഉറക്കിയപ്പോൾ ക്രിസ്മസ് കാലമാണ്. രാത്രി ആയപ്പോൾ പാട്ട് ബഹളം. ഈ കൊച്ചിനെ ഉറക്കി കൊച്ചി ചാടി എഴുന്നേറ്റു. അവപ്പാടെ കണ്ണും തിരി വന്നപ്പോൾ ഈ അപ്പൂപ്പൻ്റെ ചാട്ടമായപ്പോൾ കൊച്ചിന് ഭയങ്കര പേടി.
കൊച്ചു കരയുന്നതിനനുസരിച്ച് ഈ അപ്പൂപ്പൻ ഇങ്ങനെ അങ്ങോട്ട് വില്ലിച്ച് ഈ ചില പ്രൈസാൻ പശുക്കാരെ കാണിക്കുന്നോടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഒരാൾ കണ്ടിട്ടില്ല ഫയർ നോക്കി കസേരയുടെ കൂടുന്നുണ്ടോ എന്നല്ല അപ്പൂപ്പൻ്റെ ഇങ്ങനെ വില്ലിച്ച് ചാടി അങ്ങോട്ട് തിമിർക്കുന്ന സമയമാണ്. അതൊന്നും അത്ഭുതം. ആ പാട്ടാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. എന്ത് ഞാൻ വിളിക്കും നിന്നെ, എന്ത് ഞാൻ വിളിക്കും, ഉണ്ണിയെന്നോ ഉണ്ണി യേശുവെന്നോ, നിന്നെ എന്ത് ഞാൻ വിളിക്കുമെന്നോ. കുഞ്ഞുങ്ങളെ വളരെ അതിൽ പാട്ടുമൊക്കെ പാടിപ്പോയി. ഞാൻ ആ ടോക്കൺ കൊടുത്തിട്ട് പറഞ്ഞു, ഇനിയും പാടണ്ട, എന്തെങ്കിലും വിളിച്ചോ, ഒന്ന് പോയി തരണം. ഈ കൊച്ചുറങ്ങില്ല. അങ്ങനെ ഇത് പറഞ്ഞറിയില്ലേ? കാരണമുണ്ടേ. ശ്രദ്ധിക്കുക, 85 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള വയോവൃദ്ധൻ തേജോരൂപിയായ ശിമയോൻ, പ്രാർത്ഥനാ മനുഷ്യൻ, പ്രവാചകൻ, യേശുവിനെ കയ്യിലേക്ക് എടുത്തിട്ട് കുഞ്ഞുവാവേ, ഉണ്ണീശോ, മോനെ, ഉണ്ണിക്കുട്ട എന്നല്ല വിളിച്ചേ. ശിമയോൻ കയ്യിലെടുത്തിട്ട് വിളിക്കുക, ഓ അഡോണ, അല്ലോ നാഥാ, തിരുവചനം പോലെ നീ അടിയനെ വിട്ടയക്കുന്നു. വിട്ടയക്കുന്ന അർത്ഥം അറിയോ? ഈ നിന്റെ മുഖം കാണാതെ ഞാൻ മരിക്കില്ല എന്ന വാഗ്ദത്തം എന്നിൽ നിറവേറി നീ എന്നെ വിട്ടയക്കുന്നു. ഞാൻ മണ്ണിൽ ഉറങ്ങും, ഒരു ദിവസം നീ എന്നെ വീണ്ടും വന്ന് വിളിക്കും. കർത്താവ് തന്റെ ഗംഭീരനാദത്തോടെ, പ്രധാന ദൈവത്തിന്റെ ശബ്ദത്തോടെ നീ ഇങ്ങനെ തേജസ്സിൽ വന്ന് പ്രത്യക്ഷനായി എന്നെ വിളിക്കുന്ന നിമിഷം വരെ നീ എന്നെ ഇതാ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ശിമയോനും നാഥ എന്ന് വിളിച്ചവൻ നിനക്ക് ഏത് വകുപ്പിലാണ് ഉണ്ണീശുവായത്? മടിയിട്ട് വളർത്തിയ മേലാ മിണ്ടിപ്പോകരുത്. ഇത് ഉണ്ണീശല്ല, പ്രപഞ്ച സൃഷ്ടാവ്, സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ, പിതാവിന്റെ മഹിമയിൽ ഇരുന്നവൻ, അവൻ സമയത്തിന്റെ നിർണായക ഘട്ടത്തിൽ കാലത്തിന്റെ സമ്പൂർണതയിൽ ജഡം ധരിച്ച് ഇഹലോകത്തിലേക്ക് വന്ന അത്ഭുത സംഭവമാണ് സുവിശേഷം. അത് നിറവേറാൻ ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്നതാ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സഹോദരി, നമ്മുടെ ദാവീദുണ്ടല്ലോ, ഈ ദാവീദ് 14ാം തലമുറയിലെ കൊച്ചുമകന്റെ പേരാ യേശു. ആണോ? അങ്ങനെ ഇവർ തങ്ങളിൽ കണ്ടിട്ടില്ല. കാരണം 14 തലമുറ കഴിഞ്ഞ ഈ കൊച്ചുമകനുണ്ടാകും. 2 3 ഒക്കെയാണ് നമുക്ക് കാണാം. 14ാം തലമുറയിലെ കൊച്ചുമകനായ യേശു. പക്ഷേ ദാവീദ് ആത്മാവിൽ കണ്ടിട്ടുണ്ട് യേശുവിനെ. അങ്ങനെ ഈ സങ്കീർത്തനമൊക്കെ എഴുതുന്നുണ്ട്. ആത്മാവിൽ യേശുവിനെ കണ്ടിട്ട് ദാവീദ് വിളി, മോനെ ഉണ്ണെന്നൊന്നല്ല വിളിച്ച 14ാം തലമുറയിലെ കൊച്ചുമകനെ വിളിച്ചെങ്ങനാ? കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ വലത്തു ഭാഗത്ത്, നിന്റെ കാൽക്കീഴാക്കുവോളം നീ എൻ്റെ വലത്തു ഭാഗത്ത് ഇരിക്കാം. 14ാം തലമുറയെ മുത്തശ്ശനം കയറി കർത്താവേന്ന് വിളിച്ചവൻ നിനക്കെങ്ങനെ ഉണ്ണീശോ? ഇന്ന് രാത്രി തെറ്റിതിരുത്തണേ. അവൻ ഉണ്ണീശോ അല്ല. ഗതിഭേദങ്ങളാൽ ആച്ഛാദനമില്ലാത്തവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, ആത്മയും ഒമേയുമായവൻ, ആത്യന്തികനായവൻ, പരമപ്രധാനിയായവൻ, ആ ദൈവത്തിന്റെ ഹൃദയം തുറന്നറിഞ്ഞ കന്യനായ പൗലോസ്ലീഹ പറയുക, അവരിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതാ യേശു. യേശു രാജാവ്. ഈ രാജാവിനെ കാലമേറെ കഴിഞ്ഞ് ഒരുവൻ തിരിച്ചറിഞ്ഞു. ഈ രാജാവിനെ പലരും തിരിച്ചറിഞ്ഞില്ല, രാജാവാണ്. ഒരുവൻ തിരിച്ചറിഞ്ഞു. അത് ക്രൂശിക്കപ്പെട്ടവൻ കിടക്കുമ്പോൾ ക്രൂശിലൊരു മേലെഴുത്ത്. ആ മേലെഴുത്തിലുണ്ട്, നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. പെരുവഴിയിലൂടെ കടന്നു പോകാൻ പാകത്തിന്, ആർക്കും വായിക്കാൻ പാകത്തിന് പരസ്യമായി തൂക്കിയ ബോർഡ.
അവനെ ക്രൂശിച്ചത് ഒരു പാറയോരത്ത്. ആ പാറയോരത്ത് അവനെ ക്രൂശിക്കപ്പെട്ടിട്ടപ്പോൾ ഇത് കൃത്യതയാർന്നൊരു ബോർഡ് എഴുതി വെച്ചു, നസ്രയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. പണ്ട് നക്ഷത്രം വഴികാട്ടി, ദൂതഗണങ്ങൾ വഴികാട്ടി. ചിലർക്ക് ആ വഴികാട്ടൽ കാണാൻ പറ്റിയുള്ളൂ, അത് മർമ്മമായിരുന്നു. ഇതാ മർമ്മം മറപൊരുളാക്കി മാറ്റിക്കൊണ്ട് ഇവനാണ് രാജാവെന്ന് കൃത്യമായി എഴുതിയിട്ടിട്ട് 3 ഭാഷകളിൽ രേഖപ്പെടുത്തിയിട്ട്, പ്രാദേശിക ഭാഷയിൽ, ദേശീയ ഭാഷയിൽ, ഔദ്യോഗിക ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ട് കടന്നു പോകുന്ന വഴിയാത്രക്കാരെ മുഴുവൻ ഈ ബോർഡ് വിളിക്കുക, വാ, നിങ്ങൾ തേടിയ രാജാവ് ഇവനാ, അല്ലയോ പാർസികളെ, അല്ലയോ ആട്ടിടയന്മാരെ, സകല ഭൂതലത്തിലുള്ളവരുമേ, ഇവനാ രാജാവ്. ഉലകത്തെ മുഴുവൻ വിളിച്ചിട്ടും ആ ബോർഡ് കണ്ട് ഒരുത്തനും പ്രതികരിച്ചില്ല. പക്ഷെ ഒരു കള്ളന് മനസ്സിലായി, ഇവനാ രാജാവ്. ആ കള്ളൻ മാനസാന്തരപ്പെട്ടു. അതിനുമുമ്പേ ബുദ്ധിമാനായ പീലാത്തോസ് തന്റെ കൊത്തളത്തിൽ കൊണ്ട് യേശുവിനെ നിർത്തി വിചാരണ തുടങ്ങി. വിചാരണയ്ക്കകത്ത് ഒട്ടും യോജിക്കാത്തവരെ കുറ്റം വിളിച്ചു പറഞ്ഞാൽ കോടതി സമ്മതിക്കുകയില്ല. കേസ് കോടതി ചിലവ് സഹിതം തള്ളു. ഈ പീലാത്തോസ് റോമക്കാരനാണ്. റോമക്കാരനായ പീലാത്തോസ് അങ്ങനെ ഇരിക്കുന്ന വേളയിൽ യഹൂദന്മാരുടെ കേസ് കൊണ്ടുവന്നു, ഇവനെ ദൈവപുത്രൻ എന്ന് പറഞ്ഞു. അപ്പോൾ പീലാത്തോസ് ഇതൊക്കെ നിങ്ങളുടെ മതകാര്യമാണ്, എനിക്കിതൊന്നും വലിയ അറിയില്ല, കൊണ്ട് പള്ളിക്കകത്ത് വലിയ ചെയ്ത് അവിടെ തീർക്കണം, വീട്ടുകൊണ്ടല്ല. ചില ആളുകൾ ഈ സഭയെ തീർക്കേണ്ട കാര്യം അവിടെ തീർക്കുക. മനസ്സിലായോ? ആ, ഇവിടെ തന്നെ ഒരു സഭയുടെ 2 സെൻറ്റർ തമ്മിൽ പ്രശ്നമായിട്ട് സർക്കിളിലെടുത്ത് കേസെത്തി. പാവം മനുഷ്യനാണ് വിളിക്കുന്നത്. നടന്ന സംഭവം മൂന്ന് ഭാഷ കഴിയാൻ തോന്നും, അതിൽ പിന്നെ ചോദിച്ചാൽ വിളിച്ചു. അറിയിക്കുന്നവരോട് ഒരാൾ പറഞ്ഞു, സാറേ ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്, ഇത് പീച്ചി ഡിസ്ട്രിക്റ്റ്. കുറച്ച് പീച്ചി ഡിസ്ട്രിക്റ്റിൽ ഈ സഭ, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഈ സഭ. ഇങ്ങനെ കെട്ടുകെട്ടി സർക്കിൾ അഞ്ച് മണി ഉപയോഗിച്ച് ഒരിക്കലാന്ന് പറഞ്ഞു. ഈ പീച്ചി എന്നാണ് ഡിസ്ട്രിക്റ്റായി. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റ് എന്താ പറഞ്ഞത്, അത് ഈ പുള്ളിക്ക് വ്യവഹാരം അറിയില്ല. ഈ പുള്ളിക്ക് അത് അങ്ങോട്ട് പോകലെന്ന് പറഞ്ഞു. നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമ്മളിവിടെ അങ്ങ് തീർത്താണ്, നമ്മളവിടെ പോകണ്ട. മനസ്സിലായോ? നമ്മുടെ പേരുമ്പാറ ഡിസ്ട്രിക്റ്റ് ഇവിടെ തീരണം. മനസ്സിലായില്ലേ? ആഞ്ചലിമൂട് ഡിസ്ട്രിക്റ്റ് നമുക്കുണ്ട്, പക്ഷേ റവന്യൂ ഡിസ്ട്രിക്റ്റ് പെടത്തില്ല. അതാണ് പീലാത്തോസിൻ്റെ അടുത്ത് കേസ് വന്നു. കേസെടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നിലനിൽക്കുകയില്ല. അപ്പോൾ ഒരുത്തൻ പറയാ, യവൻ രാജാവെന്ന് പറയുന്നത് ഞാൻ കേട്ടു. വന്നാട്ടെ പെൺകുട്ടി പീലാത്തോസ് ആ മുഖത്തേക്ക് നോക്കി. അപ്പോൾ അടിയെല്ലാം കൊണ്ട് മുൾക്കിരീടമൊക്കെ വെച്ച് പുറത്തിങ്ങനെ അതിനുള്ള സംവിധാനം എല്ലാം ചെയ്യാൻ പോവാ. അതിനുമ്പ് ഇതൊക്കെ മുമ്പിൽ അവമാനം വെച്ചിരിക്കുക. കുരിശ് പീലാത്തോസിൻ്റെ അവൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി വെച്ചോ. Jesus, uyau ausef, ahai mi beselius Jesus. എന്താ മനസ്സിലായി? ഒന്നുകൂടെ പറയാം. ഓ Jesus, uyau ausef, ahai mi beselius. അയ്യോ യേശു, നസ്രയനായ യേശു, യോസേഫിൻ്റെ പുത്ര, നീ ബെസേലിയൂസാണോ, രാജാവാണോ? ഏതായാലും അലക്സാണ്ടറെ പോലെയോ പീലാത്തോസിനെ പോലെയോ ഒന്നൊരു രാജാവാണെന്നല്ലല്ലോ യേശു പറഞ്ഞു. യേശു ഇത്രയും പറഞ്ഞാൽ മതി. അല്ല, നിങ്ങൾ ഉദ്ദേശിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ മതി. നമ്മളാണെ അങ്ങനെ പറയും. എന്നോട് ചോദിക്കുക, പീലാത്തോസിൻ്റെ സ്ഥാനത്ത് യേശുവിൻ്റെ സ്ഥാനത്ത് പീലാത്തോസ് ചോദിക്കുക, നീ രാജാവാണോ? അപ്പം ഞാനാണെ പറയാം, അച്ഛാ ഞാൻ ഈ രാജാവെന്ന് ഉദ്ദേശിച്ചത് അച്ഛാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല, മൂലഭാഷ അതിന് വേറൊരു അർത്ഥമുണ്ട്. അതായത് അതിൻ്റെതായിരിക്കുന്നതായിട്ടുള്ളതായ അതിൻ്റെതായ ആ രീതിയിൽ നമ്മൾ പരിശോധിച്ച് വന്നു കഴിഞ്ഞാൽ ഈ രാജാവെന്ന് പറഞ്ഞാൽ അതിൻ്റേതായിരിക്കുന്നതായിട്ടുള്ളതായ പല വിധത്തിലായുള്ള അർത്ഥമുണ്ടോ. നമ്മുടെ ഒരു ഭാഷയെ നമ്മൾ അങ്ങനെ തുടങ്ങും. ഇത്രയൊന്നും വലിച്ചില്ല. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഓ പീലാത്തോസ്, റോമൻ പ്രൊക്യുലേറ്റർ, നീ ബെസേലിയോ, ഞാൻ
ഉള്ള വാക്ക്. പീലാത്തോസ് ഒന്ന് നടങ്ങി, ആ വിൽപ്പവർ കണ്ടപ്പോൾ ഒന്ന് നടുങ്ങി. ഹല്ലേലൂയ. ഉൾക്കരുത്ത് കണ്ടപ്പോൾ ഒന്ന് നടുങ്ങിട്ട് പറഞ്ഞു, നിന്നെ വെറുതെ വിടാൻ പഴുതുണ്ടോ നോക്കാനാ ഞാൻ ചോദിച്ചേ. നീ ഇവിടെ എനിക്ക് മൊഴി തന്നു, നിന്നെ ശിക്ഷിക്കാനും നിന്നെ രക്ഷിക്കാനും അധികാരമുള്ളവനാണ് ഞാൻ, നിനക്കറിയാമോ? യേശു ശാന്തയത്തിനായി പറഞ്ഞു, ഇല്ലട വച്ചേ, മുകളിൽ നിന്ന് കിട്ടിയിട്ടെങ്കിൽ നിനക്ക് ഒരു അധികാരമില്ല. ഈ വിൽപ്പവറാ ഇന്നും ഞങ്ങളുടെ പവർ. അത് ജന്മസിദ്ധമായ ധൈര്യമൊന്നുമല്ല, ഉയരത്തിലെ ബലം, ഉയരത്തിലെ ശക്തി. പീലാത്തോസിന് മനസ്സിലായില്ല ഇവൻ രാജാവാണെന്ന്. ആർക്കാ മനസ്സിലായില്ലേ? ഒരു കള്ളൻ. മനസ്സിലാകാത്തൊരു കള്ളൻ ഉണ്ടാകും. ആ കള്ളൻ പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്നിറങ്ങി വരണം. ഇവൻ അത്ര മോശപ്പാട്ടിയല്ല. അവൻ പറഞ്ഞു വന്ന് യേശു കേട്ടിരുന്നെങ്കിലുള്ള സ്ഥിതി അറിയോ? ക്രൂശിൽ നിന്ന് രണ്ടുപേരും ഇറങ്ങി, അടുത്ത കള്ളനും ഇറങ്ങി, യേശുവും ഇറങ്ങി. ആ തെരുവിലൂടെ പോകുന്ന കണ്ടാൽ കാണുന്നവരെ പറയും വലിയ വിടുതൽ വ്യാപരിച്ചു കേട്ടോ. ഒരു മെഗാ ചർച്ച് പ്ലാൻ ചെയ്യാൻ പറ്റിയ എല്ലാ സൗകര്യമുണ്ട്. പീലാത്തോസിലൂടെ രക്ഷിക്കപ്പെട്ടു വരും ഈ കാഴ്ച കണ്ട. ഇവന്റെ രക്ഷ ക്രൂശിൽ നിന്ന് ഇറങ്ങുന്ന രക്ഷയാണ്. യേശുവിന്റെ രക്ഷ ക്രൂശിൽ നിന്ന് ഇറങ്ങുന്നതല്ല, ക്രൂശ് സഹിച്ച അവസാനത്തുള്ളി രക്തവും നമുക്ക് ഒരുക്കി തരുന്ന ആത്മരക്ഷയുടെ നാട് സുവിശേഷം വഴിമാറിയിരിക്കുന്ന ലോകത്തിന്റെ ശക്തി ആസ്വദിക്കാൻ പഠിപ്പിക്കുന്ന മാനസാന്തരത്തിന്റെ സന്ദേശമാണ് ആ ക്രൂശിന്റെ സന്ദേശം. അതാ ഈ രാജാവ് നിർവഹിച്ചത്. അത് ഈ കള്ളന് മനസ്സിലായപ്പോൾ പറയാ, നിന്റെ രാജ്യത്തിൽ ഇവിടെയല്ല, അടിയനെ ഓർക്കണം. അത് മതി. ഒരു കാര്യം കേട്ടേ, പിറവി കൊണ്ട യേശുവിനെ കണ്ടിട്ട് ആളിനെ മനസ്സിലായത് ശിമയോനെ പോലെ ഒരു പാവം ദൈവദാസൻ. ക്രൂശിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ക്രൂശിക്കപ്പെട്ട യേശുവിനെ കണ്ടിട്ട് അത് തിരിച്ചറിഞ്ഞത് മാനസാന്തരപ്പെട്ട ഒരു കള്ളൻ. ഉയർത്തെഴുന്നേറ്റവനെ കണ്ടിട്ട് അത് ബോധ്യപ്പെട്ടത് ആദ്യം ഒരു പാവം സ്ത്രീക്ക്. ഇനി അപകടം പിടിച്ചിട്ട് ചോദ്യം ചോദിച്ച നിർത്ത പിണങ്ങല്ലേ, പരിഗണിക്കല്ലേ. പുനരാഗമനം ചെയ്ത് രാജാതി രാജാവായി വരുന്നവനെ കണ്ടാൽ ആർക്കാ മനസ്സിലാകുന്നേ? മനസ്സിലായ പറഞ്ഞേ നമുക്കിത് രാത്രി പറയാം. യേശുവേ, തിരുമുഖം കണ്ട് നീ ആരെന്നറിഞ്ഞു വണങ്ങാൻ അടിയിലേക്ക് പോകല്ലേ. ആ ബോധ്യം നമ്മയെല്ലാം ഭരിക്കട്ടെ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? വിദ്വാന്റെ ചോദ്യം. ഇതാ ചരിത്രത്തിന്റെ ഉത്തരം. നസറേയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. അവനെ ക്രൂശിലുണ്ട്. അവനെ ഉൾക്കൊണ്ടുപോകാൻ ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും ഹൃദയോടെ ഏകാഗ്രമാക്കട്ടെ. പ്രാർത്ഥനാ നിരതരായി നമുക്കവരുടെ പാദപീഠയെ അടുത്തിയല്ല, നല്ല നാഥനോട് പ്രാർത്ഥിക്കാം. ക്രൂശിലവസാനത്തുള്ള രക്തവും മനുഷ്യരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിൽ ഒരുക്കി തന്നവൻ നമുക്ക് വേണ്ടിയുള്ളവന്റെ കരുതൽ, അവന്റെ പുനരാഗമന പ്രതീക്ഷകൾ. ആ പ്രതീക്ഷയുള്ള ഒരാളെങ്കിലും അകത്തും പുറത്തും ഈ ദിനങ്ങളിൽ സത്യസുവിശേഷത്തിന്റെ വചനം കേട്ടെങ്കിൽ ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. ഈ നല്ല രക്ഷകനെ അനുഗമിച്ചു മടങ്ങാൻ വചനം കെട്ടിയവർക്കും അത്യുന്നതൻ പ്രാർത്ഥന കട്ടെ. ഒരു വേഗം കണ്ണുകളടയ്ക്കാം. പ്രാർത്ഥനയ്ക്കൊരുങ്ങ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കണം. സർവശക്തനെ, അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ തിരുസന്നിധി അടുത്തു വരുന്നു. മാറ്റമില്ലാത്ത അങ്ങയുടെ വചനം ഞങ്ങൾക്ക് ശക്തിയായി, നിയോഗമായി, വചനത്തിന്റെ വെളിപ്പാടായി കൂടെ ഇരിക്കണമേ. വചനം